എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി എന്നെ ക്ഷണിച്ച എസൻസ് ഗ്ലോബൽ ബാംഗ്ലൂരിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം കേൾക്കാനായി എത്തിയിരിക്കുന്ന എല്ലാവർക്കും. നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞു എന്താണ് ഈ വിഷയം എന്ന് അറിയില്ല. പേര് കേട്ടിട്ട് പീസ് മേക്കേഴ്സ്. പീസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പറയുക സമാധാനം ഉണ്ടാക്കുന്ന ആൾ എന്നുള്ളതാണ്. ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പീസാണ്, കഷ്ണങ്ങൾ ഉണ്ടാക്കുന്ന ആൾ എന്നുള്ളത്. അത് ഇന്ന് സമകാലിക രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ലോക മനസാക്ഷിയെ തന്നെ നീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം. നമ്മളധികം ചർച്ച ചെയ്യാറില്ല എങ്കിലും ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശമനമില്ല. ഇതിൽ കുറച്ച് രാഷ്ട്രീയമുണ്ട്, അതോടൊപ്പം തന്നെ നൈതികതയുടെ കുറേ പ്രശ്നങ്ങളുണ്ട്, മൊറാലിറ്റിയുടെ കുറേ പ്രശ്നങ്ങളുണ്ട്, ശാസ്ത്രത്തിൻ്റെയും വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ പീസ് മേക്കേഴ്സ് എന്നുള്ള നിങ്ങൾ 2 പോസ്റ്റേഴ്സാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ പോസ്റ്റർ നിങ്ങൾക്ക് കണ്ടാൽ ഒരുപക്ഷെ മനസ്സിലാവും, വ്ളാഡിമിർ പുടിനും ട്രംപും കൂടി കിസ് ചെയ്യുന്നൊരു പടമാണ്. ഈ പടം ക്രൂഷ്ചേവും എറിക് ഹോണേക്കറും പണ്ട് ജർമ്മനികൾ 2 സമയത്ത് കിഴക്കൻ ജർമ്മനി റഷ്യയുടെ കൂടെയായിരുന്നു. അന്ന് എറിക് ഹോണേക്കർ ചാൻസലറാണ്. ഇവിടെ നിന്ന് ബ്രഷ്നേവ് ചെല്ലുമ്പോൾ ഉമ്മ വെക്കുന്ന ഒരു പടമുണ്ട്. ആ പടം അവർ ബെർലിൻ ബോളിൽ വെച്ചിട്ടുണ്ട്. ആ പടം ഒന്ന് റീഫോർമാറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. പീസ് മാർക്കേഴ്സ് അത്രയാണ്. രണ്ടാമത്തെ നോർമലി ഞാൻ സംസാരിക്കാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചാണ്. യുദ്ധത്തെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ പ്രഭാഷണമൊന്നുമല്ല. എന്നാലും യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഒരു രസവുമില്ല. ഒരുപാട് വിഷമവും സങ്കോചവും വിഷാദവും അരുതാത്ത ഒന്നിനെക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണ്. ഈ വാറിനെക്കുറിച്ച് പറയുമ്പോൾ പൊതുവിൽ ഞാൻ ഈ 2 വാക്കുകൾ കൊണ്ട് 2 ഇതുകൊണ്ട് തുടങ്ങുകയാണ്. ഒന്ന്, യുദ്ധം എന്ന് പറയുന്നത് വാർ ഈസ് എ പ്ലേസ് വെയർ യങ് പീപ്പിൾ ഹു ഡോണ്ട് നോ ഈച്ച് അതർ ആൻഡ് ഡോണ്ട് ഹേറ്റ് ഈച്ച് അതർ കിൽ ഈച്ച് അതർ. പരസ്പരം അറിയാത്ത, പരസ്പരം വെറുക്കാത്ത ചെറുപ്പക്കാർ അല്ലെങ്കിൽ മനുഷ്യർ കൊല്ലുന്ന സ്ഥലമാണ് യുദ്ധം. അവരെന്തിനാണ് കൊല്ലുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം അറിയുന്ന, പരസ്പരം വെറുക്കുന്ന മുതിർന്നവർ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഫലമായിട്ടാണ് പരസ്പരം അറിയാത്ത, പരസ്പരം വെറുക്കാത്ത ചെറുപ്പക്കാർ കൊല്ലുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. അതിനകത്തെല്ലാം ഉണ്ട്. രണ്ടാമത്തെ, ഞാൻ ഹിസ്റ്ററിയുടെ പിതാവെന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ്, അദ്ദേഹത്തിൻ്റെ പേർഷ്യൻ വാറിൽ അദ്ദേഹം നടത്തിയൊരു കോട്ട്, വിശ്വപ്രസിദ്ധമാണ്. യുദ്ധം എന്ന് പറയുന്നത് പിതാക്കന്മാർ മക്കളെ സംസ്കരിക്കുന്ന സമയമാണ്. സാധാരണ സമയത്ത് മക്കളാണ് പിതാക്കന്മാരെ സംസ്കരിക്കുക. ഫോർ പീസ് സൺ ബറി their fathers, but in war fathers bury their sons. ഇത്രയും പറയുമ്പം യുദ്ധം ഒട്ടും ആവേശകരമായ ഒരു സംഭവമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു. 3 വർഷമായിട്ട് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കുറഞ്ഞതൊരു 35 ലൈവ് എങ്കിലും ചെയ്തിട്ടുണ്ട്. ഇത്രയധികം ലൈവ്, അത് ഓരോ ലൈവ് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒക്കെയുള്ള ലൈവുകളാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയധികം ലൈവ് ചെയ്തവർക്ക് എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടണം. പക്ഷെ എന്നാലും ഞാൻ ഈ അടുത്തിടെ കണ്ട് ഇയാൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെക്കുറിച്ച് മാത്രമേ എപ്പോഴും സംസാരിക്കുന്നുള്ളൂ. എന്താ യുക്രൈൻ ഈ ലോകത്തല്ലേ? ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഞാൻ ആലോചിച്ചു, ഞാൻ ഇത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇത് ചെയ്തില്ല എന്നുള്ള ഒരു ക്രിറ്റിസിസമാണ് വരുന്നത്. ഏത് ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്ന്. ഇന്ത്യയിൽ ഈ യുദ്ധത്തിൽ എല്ലാവരും ഒരു വശത്താണ്, എല്ലാവരും റഷ്യയുടെ വശത്താണ്. ഓൾമോസ്റ്റ് ഞാൻ കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം റഷ്യയുടെ വശത്താണ്. 2 കാരണങ്ങൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ വിശ്വാസങ്ങൾ പങ്കിടുന്നവർ. ഒന്ന് കമ്മ്യൂണിസ്റ്റ്. ഓക്കെ, കേരളത്തിൽ, ഞാൻ ഇവിടെയല്ല പറയുന്നത് കേട്ടോ. ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു വസ്തു അന്വേഷിച്ച് കണ്ടെത്തുമായിരിക്കും. പക്ഷേ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു വാർത്തയാണ്. റഷ്യൻ ലോ മേക്കേഴ്സ് എക്സ്പെൽഡ് ഫ്രം കമ്മ്യൂണിസ്റ്റ് ഫാക്ഷൻ ആഫ്റ്റർ കോളിംഗ് ഓൺ പുടിൻ ടു സ്റ്റോപ്പ് യുക്രൈനിയൻ വാർ. റഷ്യൻ ലോ മേക്കേഴ്സിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രാദേശിക ഘടകം അവരെന്ത് ചെയ്തു? പുറത്താക്കുന്നു. എന്തിനറിയോ? പുടിൻ്റെയൊക്കെ പറഞ്ഞു യുക്രൈനിലെ യുദ്ധം അധമമാണ്, അധാർമികമാണ്, അത് നിർത്തണം, അത് പാടില്ല എന്ന് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫാക്ഷൻ ഒപ്പം ഇരുന്ന 2 സ്വതന്ത്ര അംഗങ്ങൾ അവർ പറഞ്ഞതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ പുറത്താക്കിയിരിക്കുന്നു. പുറത്താക്കിയത് മാത്രമല്ല, അവരോട് സഹകരിക്കുന്ന ആളുകളെ
കൂടി വാൺ ചെയ്തിരിക്കുന്നു. റഷ്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, ഒരു 13%, 18% വോട്ടൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്നത്. പണ്ട് കുറേ അധികം കിട്ടുമായിരുന്നു. ഗെന്നഡി സ്യുഗാനോവ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു പക്ഷേ. ആ പാർട്ടി പുട്ടിൻ്റെ കൂടെയാണ്, യുക്രൈനെതിരെയാണ്, അധിനിവേശമാണ്, കൈയടക്കലാണ്, ബ്രൂട്ടൽ അഗ്രഷനാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യ എന്ന് പറയാവുന്ന ആ ഒരു സംഗതി എന്ത് പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നതെങ്കിലും അവരും പുട്ടിനൊപ്പമാണ്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ഈ 2 അംഗങ്ങൾ യുദ്ധം നിർത്താനായിട്ട് പുട്ടിനോട് ആവശ്യപ്പെട്ടത് ആക്ഷൻ ദാറ്റ് ഡിസ്ക്രെഡിറ്റ് അവർ പാർട്ടി എന്നാണ്. ഇത്ര മര്യാദ കെട്ട, ഇത്ര നാണക്കേടായിപ്പോയി യുദ്ധം നിർത്താനൊക്കെ പുട്ടിൻ സഖാവിനോട് ആവശ്യപ്പെട്ടത് എന്നാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ആളുകൾ റഷ്യ പണ്ട് ആട് കിടന്നിടത്തൊരു പൂടെങ്കിലും കാണാതിരിക്കുമോ എന്നുള്ളൊരു ചിന്ത, പിന്നെ പുട്ടിൻ അമേരിക്കക്കെതിരെ, അപ്പോൾ എല്ലാവരും പുട്ടിൻ ചോദിക്കുന്നത് കൊടുത്തേരെ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സംഘപരിവാർ, അവർ നോക്കുമ്പോൾ എന്താണ്? മോദി പുട്ടിൻ കെട്ടിപ്പിടുത്തം, ഒട്ടിച്ചു നിൽക്കൽ, ഇന്ത്യയുടെ സുഹൃത്ത്, ഇത് ആയുധം മൊത്തം വാങ്ങിക്കുന്നു, നമ്മളെന്തിനാണ്, യുക്രൈൻ നമുക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കുറേ ആർഗ്യുമെന്റ് കാരണം മിക്കവാറും ഈ വലതുപക്ഷം മൊത്തത്തിൽ പുട്ടിനൊപ്പമാണ്. പിന്നെ ഉള്ളത് ഇസ്ലാമിസ്റ്റുകളാണ്. ഇസ്ലാമിസ്റ്റുകളും അവർക്കറിയില്ല എവിടെയാണ്, എന്നാലും അവർ അമേരിക്കക്കെതിരെയാണ്. ബിക്കോസ് അമേരിക്ക ആ സൈഡിലായതുകൊണ്ട് പുട്ടിൻ ഇപ്പോൾ അമേരിക്കൻ കൂടെ റഷ്യയുടെ കൂടെ ആയപ്പോൾ അവർ ആകെപ്പാടെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറയുകയാണ്, ഇതൊരു മെജോറിറ്റി സ്റ്റാൻസ് ആണ് ഇവിടെ ഞാൻ പറയുന്നത്, മൈനോറിറ്റി. ഇന്നത്തെ വാർത്ത കൊണ്ട് തുടങ്ങാം. ഇന്നിപ്പോൾ ഒരു സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടി നിർത്തുക, പീസ് ട്രീറ്റി അല്ല, സീസ് ഫയറിൽ നിന്നാണ് പീസ് ട്രീറ്റിയിലേക്ക് പോകേണ്ടത്. 30 ദിവസം വെടി നിർത്താനായിട്ട് അമേരിക്കയും യുക്രൈനും കൂടെ ഒരു തീരുമാനം ഉണ്ടായി സൗദി അറേബ്യയിൽ വെച്ച്. അതിനെ സംബന്ധിച്ച് പുട്ടിൻ്റെ തീരുമാനം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എല്ലാവരും, ഒരുപക്ഷെ നിങ്ങളിൽ പലരും. പുട്ടിൻ ഇന്നലെ വന്നൊരു പത്രസമ്മേളനം തന്നെ നടത്തി, 10-15 മിനിറ്റ്. അതിനകത്ത് പുള്ളി പറഞ്ഞു, വെടി നിർത്താൽ കൊള്ളാം, പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റീസ് അഡ്രസ്സ് ചെയ്യണം. വെടി നിർത്താൻ ട്രംപ് കാണിച്ച മനോഭാവത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്നുള്ളതാണ്. ആക്ച്വലി പുട്ടിൻ വേണ്ടുന്നത് ഈ യുദ്ധം നിർത്തി സമാധാനത്തിലേക്ക് പോവുക എന്നുള്ള ഒരു കാര്യമല്ല. അത് വേണ്ടത് ട്രംപിനാണ്. ട്രംപിന് ഞാൻ സമാധാനം ഉണ്ടാക്കിയ ആൾ, പീസ് മേക്കർ, PACE എന്ന നിലയിൽ ഒരു നോബൽ സമ്മാനം, ഇത് അദ്ദേഹത്തെ ഓൾറെഡി നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ തന്നെ ആരാധകർ. അതാണ് പുള്ളിയുടെ താല്പര്യം. പക്ഷേ പുട്ടിൻ്റെ താല്പര്യം അതല്ല. അത് അല്ല എന്ന് ട്രംപിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തമാണ്. ഇന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടുന്ന ഒരു വാർത്ത അനുസരിച്ച് ഈ റഷ്യ യുക്രൈൻ്റെ ഒരു 20% ഓഫ് ദ ലാൻഡ് ഏരിയ, 6 lakh square kilometers ആണ് യുക്രൈൻ്റെ വലുപ്പം, 6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അതിൽ ഏതാണ്ട് 20% ക്രൈമിയ ഉൾപ്പെടെ, അതായത് 4 പ്രൊവിൻസും ക്രൈമിയ ഉൾപ്പെടെ റഷ്യയുടെ കയ്യിലാണ്, പൂർണ്ണമായോ ഭാഗികമായോ. ഇതിനിടയിൽ കഴിഞ്ഞ 2024 ഓഗസ്റ്റിൽ ഈ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, കടിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പിൻ്റെ വാലി കയറി കടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ യുക്രൈൻ തിരിച്ച് റഷ്യയിലേക്ക് കയറി ഒരു 1000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം സ്വന്തമാക്കിയിരുന്നു. അത് വെറുതെ ജസ്റ്റ്, അതായത് ഇങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് കടിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ കടിക്കുന്ന പാമ്പിൻ്റെ വാലിൽ ഒരു ചെറിയ കടി കൊടുക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിഞ്ഞു, ഒരു 2 ദിവസം കൊണ്ട് റഷ്യ വന്ന് ഇതെല്ലാം ഒഴിപ്പിച്ചങ്ങ് എടുക്കും. 3 ദിവസം കൊണ്ട്, 2 മാസമായി, 3 മാസമായി, ഇപ്പോൾ 7 മാസമായി. ഇത് ഒഴിപ്പിച്ചെടുക്കാനായിട്ട് പുട്ടിൻ നമ്മുടെ കിങ് ജോങ് ഉന്നിൻ്റെ പട്ടാളക്കാരെയാണ് വിളിച്ചത്, നമ്മുടെ നോർത്ത് കൊറിയയിലെ. അവരവിടെ 12,000 വരുന്ന പട്ടാളക്കാർ ഈ കുസ്ക് റീജിയനിൽ ചെന്ന് യുക്രൈനെതിരെ യുദ്ധം ചെയ്തു. കരാറുകാരൻ ഒരു 14,000 എണ്ണം മലച്ച് കാക്ക ചത്ത് കിടക്കുന്നോണം ഈ നോർത്ത് കൊറിയൻ സൈനികർ ചത്ത് കിടക്കുന്ന ചിത്രം ദയനീയമാണ്. എങ്ങനെയാണ് അവർ ഇത്രയധികം കൊല്ലപ്പെട്ടതെന്ന് എനിക്കറിയില്ല. അവരെ ചിലപ്പോൾ ഒരു പക്ഷേ യുക്രൈൻ സൈന്യം വരുന്നത് കണ്ട് അപ്പോഴേ ആത്മഹത്യ ചെയ്താണോ, അല്ലെ, അങ്ങനെയുണ്ട്. നമ്മുടെ വേലുപ്പിള്ള പ്രഭാകരൻ്റെ LTTയിലൊക്കെ അങ്ങനെ ഉണ്ടായി, സൈന്യയുടെയൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു. ശത്രു സൈന്യം വന്നാൽ ഉടനെ തന്നെ അവർ ഇതാക്കുന്നു, അറിയില്ല. പക്ഷെ മാസീവായിട്ടുള്ള ഡെറ്റോളായിരുന്നു ഇവർക്ക്. അങ്ങനെ കഴിഞ്ഞ 7 മാസമായിട്ട് ഈ കുസ്ക് റീജിയൻ 1000 സ്ക്വയർ കിലോമീറ്റർ റഷ്യൻ പ്രദേശം ഒഴിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഈ സീസ് ഫയർ ആയപ്പോഴത്തേക്ക്
ടേബിളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് പൂർണ്ണമായി ഒഴിപ്പിച്ചെടുക്കാനായിട്ട് വലിയ തോതിലുള്ള ശ്രമം റഷ്യ നടത്തുകയാണ്. അവരതിൽ ഏതാണ്ട് ഭാഗികമായോ പൂർണ്ണമായോ വിജയിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇന്നലെ പുടിൻ പറഞ്ഞു, കുസ്കിൽ നിന്ന് കുറച്ച് യുക്രൈനിയൻ സോൾജിയേഴ്സ് ഉണ്ട്, അവരെ ഞങ്ങൾ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. അവർ സറണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ വെറുതെ വിടാം, അല്ലെന്നുണ്ടെങ്കിൽ കൊന്നുകളയും. അപ്പം ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ട്രംപ് പറയുകയാണ്, ഞാൻ പുടിനോട് പറഞ്ഞിട്ടുണ്ട് അവരെ കൊല്ലരുതേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊന്നു കഴിഞ്ഞാൽ ഇത് വളരെ മോശമായിരിക്കും, തേർഡ് വേൾഡ് മൂന്നാം ലോകമഹായുദ്ധത്തിനേക്കാൾ മോശമായിരിക്കും. പുള്ളിയുടെ കുറേ ഡയലോഗ് ഉണ്ടല്ലോ. അപ്പം യഥാർത്ഥത്തിൽ ട്രംപ് എപ്പോഴും ചെയ്യുന്നത് പുടിൻ എന്ത് പറയുന്നു അതിനെ കുറച്ചുകൂടെ പർവ്വതീകരിച്ച് പറഞ്ഞുകൊണ്ട് യുക്രൈൻ്റെ മേളിൽ വലിയ പ്രഷർ ചെലുത്തുക എന്നുള്ളതാണ്. എല്ലാവരുടെയും മേളിൽ പ്രഷർ ഇടുക, എന്നിട്ട് തനിക്ക് പ്രഷറൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ. പക്ഷേ ഇത് സംബന്ധിച്ച് യുക്രൈനിയൻ മിലിറ്ററി ലീഡർഷിപ്പ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദർ ഇസ് നോ ത്രെറ്റ് ടു അവർ യൂണിറ്റ്സ് ബീയിങ് എൻസർക്കിൾഡ്, യുക്രൈൻസ് ജനറൽ സ്റ്റാഫ് പോസ്റ്റഡ് ഓൺ സോഷ്യൽ മീഡിയ. അവർ പറയുന്നത് അങ്ങനെ ഇത്രയും വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെ ഇങ്ങനെ എൻസർക്കിൾ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. പിന്നെ ഇത് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ 2-ാം ദിവസം തന്നെ കയ്യിൽ നിന്ന് പോകുന്ന കരുതിയൊരു കാര്യമാണ്. ഇപ്പോൾ 8-ാം മാസമായിട്ടും പോയിട്ടില്ല, അത് ഉടനെ പോകും. അപ്പോൾ അതെല്ലാം കൂടെ ചെന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് 5 പ്രൊവിൻസസ്, ഒന്ന് ക്രൈമിയ, സെപ്പറേഷ്യ, ഖേഴ്സൺ, ഡോൺബാസ്, ഡൊണിയസ്ക് ആൻഡ് ലുഹാൻസ്ക്, ഈ 5 എണ്ണം തങ്ങൾക്ക് തരണം. അങ്ങനെ സീസ്വർ. ഇതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. കാരണം യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് എന്തിനാണ് യുക്രൈനെ ആക്രമിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് റഷ്യ പറഞ്ഞിരുന്നത് ഡീമിലിറ്ററൈസേഷൻ ഓഫ് യുക്രൈൻ. യുക്രൈൻ ആർമി പാടില്ല. 2, ഡീനാസിഫിക്കേഷൻ ഓഫ് യുക്രൈൻ. അവിടെ കുറേ നാസികളുണ്ട്. ആ നാസികളല്ല. ആരാണ് നാസി? അതിൻ്റെ പ്രസിഡന്റ് പോലും ഒരു ജൂതനാണ്. ആ നാസികൾ ഇതൊക്കെ ഒരു കൃത്രിമമായ കാരണങ്ങളാണ്. പിന്നെ 3-ാമതാണ് യുക്രൈൻ നേറ്റോയിൽ ചേരാൻ പാടില്ല. യുക്രൈൻ നേറ്റോയിൽ ചേർന്നിട്ടില്ല, ഇപ്പോഴും ചേർന്നിട്ടില്ല, അന്നും ചേർന്നിട്ടില്ല. ചേരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു യുദ്ധം, അത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ചേർന്ന് കഴിഞ്ഞാൽ യുദ്ധം എന്നൊക്കെ കേട്ടാൽ പിന്നെയും മനസ്സിലാക്കാം. ചേരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു യുദ്ധം. ഇപ്പോഴും ആ അവസ്ഥയല്ല ഉള്ളൂ. ഇതാണ് റഷ്യ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് റഷ്യ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. 171 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആണ്. ഞാൻ 6 യുക്രൈൻ്റെ കാര്യം പറഞ്ഞു, 6 to 171, അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. റഷ്യ എത്രയുണ്ടെന്ന് റഷ്യക്കാർക്ക് പോലും അറിയില്ല, പുടിന് തന്നെ അറിയില്ല. അത്ര വലിയൊരു രാജ്യമാണ്. ആ രാജ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഈ അതിർത്തി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 91-ൽ 2-ായതാണ് ഈ രാജ്യം. എന്തുകൊണ്ടാണ് ഈ യുദ്ധം നടക്കുന്നതെന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രിൻസിപ്പൽ റീസൺ എന്ന് പറയുന്നത്, യുക്രൈൻ എന്നൊരു രാജ്യത്തെ പുടിൻ അംഗീകരിക്കുന്നില്ല, റഷ്യ അംഗീകരിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് അവർ ലിറ്റിൽ റഷ്യൻസ് ആണ്, എന്നുവെച്ചാൽ കൊച്ചു റഷ്യ. ബെലറസ് എന്ന് പറയുന്ന രാജ്യം തൊട്ടടുത്ത് കിടപ്പുണ്ട്, അവരെക്കുറിച്ച് പറയുന്നത് വൈറ്റ് റഷ്യൻസ് എന്നാണ്. എല്ലാം റഷ്യൻസ് ആണ്. അതായത് ഈ സോവിയറ്റ് യൂണിയൻ 4 നൂലും ആയ ഒരു സംഭവം ഉണ്ടല്ലോ, 15 റിപ്പബ്ലിക്കുകൾ, അതാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്നാണ് പുടിൻ വിശേഷിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തിരിച്ചു പിടിക്കുക കഴിയുന്നത്ര, ഒന്നുകിൽ തങ്ങളുടെ ഓർബിറ്റിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ അനക്സ് ചെയ്യുക. ഈ ബെലറസുമായിട്ട് അങ്ങനെ അനക്സ് ചെയ്യാൻ ഒരു ട്രീറ്റിയൊക്കെ ഉണ്ടാക്കിയതാണ്. പിന്നെ അവസാന നിമിഷം അത് നടക്കാതെ പോയതാണ്. അനക്സ് ചെയ്തതിന് തുല്യമായിട്ടാണ് ഈ ബെലറസിൽ അവിടെ ഒരു ഡിക്റ്റേറ്ററാണ് അലക്സാണ്ടർ ലുക്കഷെങ്കോ എന്ന് പറയുന്നത്. അയാളുമായിട്ട് ചേർന്ന് റഷ്യയുടെ ഭാഗം പോലെയാണ് ബെലറസ്. അത് അനക്സേഷൻ പോലെ തന്നെയാണ് ബേസിക്കലി. ഈ യുക്രൈൻ ശരിക്കും 33 വർഷത്തെ ചരിത്രമേ യുക്രൈൻ ഉള്ളൂ. 33 years. 1991 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അതിനു മുന്നേ നമുക്ക് സെർജി ബുക്കയുടെയൊക്കെ കഥ അറിയാവുന്നവർക്കറിയാം. യുക്രൈൻ്റെ പോൾ ബാൾട്ടർ, പിന്നെ ഈ സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് ബ്രഷ്നേവ്, ക്രൂഷ്ചേവിന് യുക്രൈനിൽ വേരുകളുണ്ട്. ബ്രഷ്നേവ് ജനിച്ചത് യുക്രൈനിലാണ്. പിന്നെ കലാകാരന്മാർ, സ്പോർട്സ് താരങ്ങൾ, സയൻറ്റിസ്റ്റുകൾ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുക്രൈൻ സോവിയറ്റ് യൂണിയൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ സഹായിക്കുമ്പോൾ യുക്രൈനും എൻ്റെ കൂടെ ഉണ്ട്. 2 രാജ്യമാവുന്നത് 91-ലാണ്. പക്ഷെ റഷ്യ അത് അംഗീകരിക്കുന്നില്ല. അവിടെ നടന്ന ഒരു സംഭവം ആലോചിക്കണം. ഈ 91-ല് 2 രാജ്യമാകുമ്പോൾ, എല്ലാ രാജ്യങ്ങളും 15 രാജ്യങ്ങളും വ്യത്യസ്തമാകുമ്പോൾ 1900 വരുന്ന ന്യൂക്ലിയർ വാർഹെഡ്സ് യുക്രൈൻ്റെ കയ്യിലുണ്ട്. 1900. അതിൽ 100 എണ്ണം എപ്പോൾ വേണമെങ്കിലും വിക്ഷേപിക്കാവുന്ന അവസ്ഥയിലാണ്. പക്ഷേ യുക്രൈൻ അത് തിരിച്ചു കൊടുക്കുകയാണ് റഷ്യക്ക് ഒരു കരാറിൻ്റെ മേലിൽ. ആ കരാറാണ് ഈ ബുഡാപെസ്റ്റ് മെമ്മോറാണ്ടം എന്നറിയപ്പെടുന്നത്, 1994. അതായത് ഞങ്ങൾ എല്ലാ ന്യൂക്ലിയർ ആയുധങ്ങളും തിരിച്ചു തരാം,
പക്ഷെ ഞങ്ങളുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടി ചെയ്യണം. 3 ശക്തികൾ, റഷ്യ, അമേരിക്ക, UK, ഇവർ 3 പേരോട് ഒപ്പിട്ട് കൊടുത്തു, നിന്നെ ആരും ഒന്നും ചെയ്യില്ല, സാധനം ചെയ്ത് തന്നേക്കും. അങ്ങനെ 94 മുതൽ 2001 വരെയുള്ള പീരീഡിൽ എല്ലാം അഴിച്ചു പൊയ്ക്കൊണ്ട് എടുത്തു കൊടുത്തുകൊണ്ടിരുന്നു. 2000-2001 ആണവ നിർവ്യാപന കരാറിന്റെ അന്തസത്ത പാലിച്ചുകൊണ്ട് യുക്രൈൻ കയ്യിലിരുന്ന ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണ് യുക്രൈൻ. ഫ്രാൻസിന് 290, ബ്രിട്ടന് 240 അണുവായുധങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് 160, പാകിസ്ഥാന് 170 എന്നൊക്കെ, അങ്ങനെയൊക്കെയാണ് കണക്കുകൾ. ഇസ്രായേലിന് എത്ര ഉണ്ടെന്ന് അറിയില്ല. ചൈനയ്ക്ക് ഒരു 10-700 ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അവിടെയാണ് 1900 ന്യൂക്ലിയർ ഹെഡ്സ് ഉണ്ടായിരുന്ന യുക്രൈൻ ഇതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളെ ആരും ഒന്നും ചെയ്യാതെ നിങ്ങൾ നോക്കിക്കോണം എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയുടെ കയ്യിൽ എടുത്തു കൊടുത്ത ആ റഷ്യയാണ് ഇപ്പോൾ അടിക്കുന്നതെന്നുള്ളതാണ്. ഈ 1900 ഒരു 10 പോയിട്ട് 5 പോയിട്ട് ഒരെണ്ണം കൈ വരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ യുക്രൈൻ ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഡിറ്ററന്റ് തടഞ്ഞനെ. ഇത്രയും ഈ 33 വർഷത്തെ യുക്രൈനെ കുറിച്ച് ഒരു ചെറിയ ഒരു 2 മിനിറ്റ്സ്. അവിടുത്തെ പ്രസിഡന്റുമാരാണ് ക്രാപ്ചുക്ക്, കുച്ചുമയുടെ കാലഘട്ടത്തിലാണ് അവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു അഴിമതിയുടെ കേദാരമായിട്ട് ആ രാജ്യം മാറുന്നത് ആ സമയത്താണ്. അതിനുശേഷം വിക്ടർ യൂഷെങ്കോ, അതുപോലെ തന്നെ വിക്ടർ യാനുക്കോവിച്ച്. ഇവരുടെ ചരിത്രം നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇവർ തമ്മിലുള്ള മത്സരങ്ങളും വിഷം കൊടുത്ത് ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നതും, 2 വലിയ പ്രക്ഷോഭങ്ങൾ, ഒന്ന് ഓറഞ്ച് റവല്യൂഷൻ, പിന്നീട് യൂറോ മൈതാൻ എന്നറിയപ്പെടുന്ന 2 പ്രക്ഷോഭങ്ങൾ. ഇതെല്ലാം ഇവരുടെ 2 പേരുടെ ഇടയിൽ വരുന്നതാണ്, യാനുക്കോവിച്ചും യൂഷെങ്കോയും. പിന്നെ അത് കഴിഞ്ഞ് തൊട്ട് മുന്നേ ഇരുന്നത് പെട്രോ പോർഷെങ്കോ എന്ന് പറയുന്ന ആളാണ്. അത് ഞാൻ ആ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2019 സെലൻസ്കി അവിടെ അധികാരത്തിൽ വരുന്നത്. സെലൻസ്കി ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല, ഒരു TV-യിൽ ഒരു കൊമേഡിയൻ ആയിരുന്നു. അത് പ്രസിഡന്റായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ കോമഡി. താൻ പ്രസിഡന്റ് ആയാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ മിസ്റ്റർ പ്രസിഡന്റ് ആയിട്ട്, അപ്പോൾ പ്രസിഡന്റായിട്ട് കോമഡി കളിച്ച് പ്രസിഡന്റായി. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ഒരു കാര്യം ചെയ്ത് നമ്മളങ്ങ് അതായി തീരുന്ന അവസ്ഥ അതാണ്. അതുകൊണ്ടാണ് സെലൻസ്കി എല്ലാവരും വെറും ഒരു കൊമേഡിയന്റെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ ഇവിടെ നമ്മുടെ പുടിൻ ഫാൻസ് ഒക്കെ പറയുന്നു. കൊമേഡിയൻ എന്ന് പറഞ്ഞാൽ ചില്ലറ ജോലിയൊന്നും അല്ല, നല്ല ജോലിയാണ്. ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത് ഒരു രാജ്യത്തെ മുഴുവൻ ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ നിസ്സാരക്കാരനല്ല. ഇനി അല്ല കൊമേഡിയന് പ്രസിഡന്റ് ആയിക്കൂടെ? എല്ലാ ചെറിയ ജോലി ചെയ്യുന്നവർക്കും വലിയ ജോലി ചെയ്യുന്നവർക്കും എല്ലാം ആകാവുന്നതാണ് പ്രസിഡന്റ്. പക്ഷെ ഇതാണ് ഒരു വാദം, കൊമേഡിയൻ ആയിരുന്നു. അപ്പൊ ട്രംപ് ആരായിരുന്നു? ഇപ്പം ഇത്രയും പ്രസിഡന്റുമാരുള്ള കുഞ്ഞു രാജ്യമാണ്. അതായത് 33 വർഷത്തെ ചരിത്രം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതാണ് ഞാൻ യാനുക്കോവിച്ചിൻ്റെയും വിക്ടർ യൂഷെങ്കോയുടെ കാര്യം പറഞ്ഞു. വിക്ടർ യൂഷെങ്കോ 2004 ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആദ്യ ഘട്ടത്തിൽ 2 ഘട്ടമുണ്ട്. അതായത് ആദ്യ ഘട്ടത്തിൽ 1ാം റൗണ്ട്, 2ാം റൗണ്ട്. 1ാം റൗണ്ടിൽ ഇദ്ദേഹം ജയിച്ചു. 2ാം റൗണ്ടിന്റെ പ്രചരണം നടത്തുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ ആക്രമണം നേരിട്ടിട്ട് അദ്ദേഹത്തിന്റെ മുഖം ഓൾമോസ്റ്റ് ലൈഫ് തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഓസ്ട്രിയൻ ഡോക്ടേഴ്സാണ് അദ്ദേഹത്തെ ചികിത്സിച്ചത്. കാരണം പുള്ളി യുക്രൈൻ യൂറോപ്പിനോടൊപ്പം പോകണമെന്ന് വാദിക്കുന്ന ആളാണ്. യൂറോപ്പിനോടൊപ്പം പോകണമെന്ന് വാദിക്കുന്ന ഒരാൾ റഷ്യക്കെതിരാവും. റഷ്യക്കെതിരായി കഴിഞ്ഞാൽ വിഷം ഉറപ്പാണ്. ലോകത്തെല്ലായിടത്തും പുടിൻ തൻ്റെ എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം വിഷമാണ്. അല്ലെങ്കിൽ ബഹുനില കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുക, അല്ലെങ്കിൽ ചാരന്മാർ പിന്തുടർന്ന് കൊല്ലുക, വെടിവെച്ച് കൊല്ലുക, എങ്ങനെയായാലും കൊന്നിരിക്കും. അങ്ങനെ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന ഒരു കാൻഡിഡേറ്റിനെ ചെയ്ത പണിയാണ് ഈ കാണുന്നത്. പുള്ളി 2ാം റൗണ്ട് തോക്കുകയാണ് ഈ വിഷവാതമൊക്കെ ഏറ്റിട്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ജനങ്ങൾ ഭയങ്കരമായിട്ട് രോഷാകുലരായിട്ട് അവർ പറഞ്ഞു ഇത് റിഗ്ഡ് ആണ് ഇലക്ഷൻ. അവർ ഭയങ്കര സമരം നടത്തി. അതിനെയാണ് ഓറഞ്ച് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ സുപ്രീം കോടതി പറഞ്ഞു 3ാമത് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത് നടത്തിയപ്പോൾ പുള്ളിക്ക് 56% വോട്ട് വന്നു. പുള്ളി ജയിച്ചു. 2005 മുതൽ 2010 വരെ ഇരുന്ന ആളാണ് വിക്ടർ യൂഷെങ്കോ എന്ന് പറയുന്നത്. ആന്റി റഷ്യയാണ്. ആന്റി റഷ്യൻ പ്രസിഡന്റ് എങ്ങനെയാണ് ചെയ്തത്? സെലൻസ്കിക്ക് ഇപ്പോഴും വലിയ കുഴപ്പമില്ല. ഇനി നമ്മൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് വരിക. നിങ്ങൾ ഈ വലതുവശത്ത് കിടക്കുന്ന ഭാഗം, ഇടതുവശത്തും 2 പടങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. യുക്രൈൻ്റെ ഇത്രയും ഭാഗം അപഹരിച്ച് റഷ്യയുടെ കയ്യിൽ ഇരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഓക്കുപ്പേഷനാണ്. ഈ ഭാഗം ആണ് യഥാർത്ഥത്തിൽ പുടിന് വേണ്ടത്.
പുടിൻ പറയുന്നത് നാറ്റോയിൽ ചേരരുത്, അങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ. യുക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് റഷ്യയുടെ വാദം. അത് നമുക്ക് വളരെ ഇതായിട്ട് തോന്നി. ഇത്രയും വലിയൊരു രാജ്യം, 6 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള രാജ്യം, നമ്മുടെ പാകിസ്ഥാന്റെ അത്രയും വരില്ലെങ്കിലും പാകിസ്ഥാന്റെ അത്രയും വരുന്ന ഒരു രാജ്യം, ആ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ അവകാശമില്ല. അത് റഷ്യയുടെ കൂടെ ആവണം. അതിന് എപ്പോഴും പുടിൻ പറയുന്നത് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്താണ് ഉണ്ടായെന്നാണ് പറയുന്നത്. അത് വളരെ ശരിയാണ്. ഇവിടെയാണ് നമ്മളൊരു സ്വതന്ത്ര ഇന്ത്യ എന്ന നിലയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താണ് ഒരു നേഷൻ സ്റ്റേറ്റ്? Contrary to the popular belief, a nation is not something that has existed for centuries or millennia, with its origins in the distant past. അനന്തമായ ഭൂതകാലത്ത് നിലനിന്നതും പാരമ്പര്യപരമായി എന്നും ഉണ്ടായിരിക്കുകയും ചെയ്ത ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ അവസാനത്തെ രൂപമല്ല രാജ്യം. അങ്ങനെ ഉണ്ടായ രാജ്യങ്ങളൊന്നുമില്ല. ഇന്ത്യ എന്നാണ് ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ 1947 എന്നേ പറയാൻ പറ്റും. ഇവിടെ അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നു, പ്രദേശം ഉണ്ടായിരുന്നു, ഓക്കെ, നോ പ്രോബ്ലം. എന്താണ് ഇന്നത്തെ നമ്മൾ പറയുന്ന ഇന്ത്യ, നമ്മുടെ കറൻസിയിൽ കാണുന്ന ഇന്ത്യ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഇന്ത്യ, നമ്മൾ ഏത് രാജ്യത്തെ സിറ്റിസൺ ആണോ ആ ഇന്ത്യ ഉണ്ടായത് 1947 ഇവിടെ പ്രദേശം ഉണ്ടായിരുന്നു. ഇപ്പൊ യുക്രൈൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യുക്രൈൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഷോർട്ട് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, they were taken over by ആ പ്രദേശങ്ങൾ taken over by the Mongol Empire, later by the Polish Lithuanian Commonwealth, later by the Austro-Hungarian Empire and the Russian Empire. പല പല എംപയറിന്റെ കയ്യിലൂടെ ആ പ്രദേശം ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അന്ന് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യമില്ല, അന്ന് ഒരു രാജ്യവും ഇല്ല. ജർമ്മനി ഉണ്ടോ? ഇറ്റലി ഉണ്ടോ? യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? ഈ രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് 100-250 വർഷമല്ല ആയുള്ളൂ മാക്സിമം. പുതിയ പുതിയ രാജ്യങ്ങൾ ഉണ്ടാവുമല്ലേ? അപ്പോൾ ഒരു രാജ്യം ഉണ്ടാവണമെങ്കിൽ പണ്ടെന്തായിരുന്നു എന്ന് അന്വേഷിക്കണമെന്ന് പറയുന്ന ഈ കുഴിച്ചുനോട്ടം, ഇതിനെതിരായിരിക്കണം നമ്മളുടെ ഈ ചരിത്രത്തെ എപ്പോഴും നമ്മൾ അതിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യത്തിൽ വെച്ച് മാത്രമേ അതിനെ അസസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഇങ്ങനെ പുറമോട്ട് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ നോക്കുക, ക്രൈമിയ എന്ന് പറയുന്ന ഒരു സ്ഥലം റഷ്യ പറയുന്നു 1954 ഞങ്ങൾ യുക്രൈന് കൊടുത്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എഴുതി കൊടുത്താൽ നീ അതെടുത്തോടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു രീതി ഉണ്ടായിരുന്നു, കയ്യിലിരിക്കുന്ന ചീട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കൊടുക്കുക, ആരും ഒന്നും ചോദിക്കത്തില്ല. അപ്പോൾ ക്രൈമിയ എടുത്ത് യുക്രൈന് കൊടുത്തു. യുക്രൈൻ SSR എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയും ഞങ്ങൾ അന്ന് കൊടുത്തതാണ് ക്രൈമിയ, അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ക്രൈമിയ ഓട്ടോമൻ എംപയറിന്റെ ഭാഗമായിരുന്നു. തുർക്കിയിലെ എർദോഗാൻ എന്ന് പറയുകയാണ് ഞങ്ങളുടെ ഭാഗമായിരുന്നു, ഞങ്ങൾ പിടിക്കാൻ വന്നാലോ? 54 നടന്നല്ലേ? ഇതാണ് ഒരു പ്രശ്നം. ഇപ്പൊ ഈ ഒരു പാരമ്പര്യവാദമാണ് റഷ്യ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് പോർഷൻസ് ഓഫ് വെസ്റ്റേൺ യുക്രൈൻ വെയർ റൂൾഡ് ബൈ പോളണ്ട്, റൊമാനിയ ആൻഡ് ചെക്കോസ്ലോവാക്യ. ഇനി പടിഞ്ഞാറൻ യുക്രൈൻ ആണെങ്കിൽ നിങ്ങൾ ആ മഞ്ഞയിൽ കാണുന്നത് പോളണ്ട്, റൊമാനിയ ആൻഡ് ചെക്കോസ്ലോവാക്യ, അവരൊക്കെ റൂൾ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് അവസ്ഥ. പലരും റൂൾ ചെയ്തു. 91 അങ്ങനെ ഒരു രാജ്യം ഉണ്ടായി. രാജ്യം ഉണ്ടായി, അതിന് സോവറിനിറ്റി ആയി. അതിൻ്റെ കയ്യിലിരിക്കുന്ന ന്യൂക്ലിയർ ആയുധങ്ങൾ റഷ്യക്ക് കൊടുത്തു. UN അംഗത്വമായി, എല്ലാ കരാറുകളുമായി, കറൻസിയായി, കോൺസ്റ്റിറ്റ്യൂഷനായി. അപ്പോൾ അതൊരു രാജ്യമാണ്. പിന്നെ ആ രാജ്യം പാടില്ല എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഹിറ്റ്ലറും പറഞ്ഞത്. ഈ ചെക്കോസ്ലോവാക്യ എന്നൊരു രാജ്യത്തിന് 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അതിനെ കീഴടക്കുന്നത് ഹിറ്റ്ലർ. ആദ്യം സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്നൊരു പ്രദേശം കീഴടക്കുന്നു, പിന്നീട് ചെക്കോസ്ലോവാക്യ മൊത്തം കീഴടക്കുന്നു, പിന്നെ പോളണ്ടിലേക്ക് പോകുന്നു. ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകും, അവസാനം റഷ്യയിൽ വരുന്നു. ഇത് ശരിക്കും എന്താണ്? അതിർത്തി മാന്തലാണ്, ബോർഡർ ഡിഗിങ്, ലാൻഡ് ഗ്രാബിങ്. ഇപ്പോൾ അമേരിക്കയിലെ ഓവൽ ഓഫീസിൽ 27 ഫെബ്രുവരിയിൽ നടന്ന ഒരു നാടകം, അല്ലെങ്കിൽ ഒരു ചരിത്രപരമായി ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്തിട്ടുള്ള TV ഇവൻ്റാണ് സെലൻസ്കിയെ JD വാൻസും ട്രംപും കൂടെ ചേർന്ന് അപമാനിക്കുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ട്രംപ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഓഹ് ഇയാൾക്ക് എത്രമാത്രം ഹേറ്റഡ് ആണ് പുടിനോട്, ഇങ്ങനെ ഹേറ്റഡ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുമോ? ആളുകൾ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്, അത് വളരെ സമാന്തരമായ ഫ്ലാറ്റായ സ്ഥലമാണ്, തടഞ്ഞു നിർത്താൻ കഴിയണമെങ്കിൽ ഒരു മനുഷ്യ ശരീരം വേണം, അങ്ങനെ ആളുകൾ അവിടെ കൊല്ലപ്പെടണം, ഒരു ദിവസം 2000 പേര് കൊല്ലപ്പെടുന്നു, 3000 പേര് കൊല്ലപ്പെടുന്നു. ഭയങ്കരമായിട്ട് പുള്ളി പറയുകയാണ്. ആദ്യമായിട്ട് ഇന്നലെ ഉറക്കമുണർന്ന് വന്നതുപോലെയാണ് പുള്ളി സംസാരിക്കുന്നത്. എനിക്ക് സമാധാനം വേണം. യുക്രൈൻ്റെ ഒരു പീസ് അങ്ങ് കൊടുക്കാനാണ് പുള്ളിയുടെ പ്ലാൻ. അതിനാണ് പീസ് മേക്കർ ഞാൻ വിളിച്ചത്. അപ്പോൾ പുള്ളി പറയാണ് ഇത്രമാത്രം വെറുപ്പ് എന്തിനാണ്? അപ്പം സെലൻസ്കി പറയുന്നുണ്ട്, പുടിനുമായിട്ട് നമുക്ക് അങ്ങനെ വെറുപ്പുണ്ടായിരുന്നില്ല. 25 കരാറുകൾ പുടിനുമായിട്ട് ഒപ്പുവെച്ചു. 25 കരാറുകളും താനെ ഇട്ട ഒപ്പിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ലംഘിച്ച ആളാണ് പുടിൻ. ഇത് 2019
ഏറ്റവും അവസാനമായി പുടിനും സെലൻസ്കിയും തമ്മിൽ കാണുന്നതാണ്. പുടിൻ അന്ന് അവിടെ വർഷങ്ങളായിട്ട് ഭരിക്കുകയാണ്. പുള്ളി ഇങ്ങനെയാണ്: പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, 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 പ്രസിഡന്റ്. 34-38 വരെ പ്രസിഡന്റാണ് പുടിൻ. ഒന്നിൽ പുടിൻ മരിക്കണം, അല്ലെങ്കിൽ 38 അങ്ങോട്ടാകണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. രാജാവോ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴി ഞാനും രജിസും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂപ്പയിൽ ഒരു റഷ്യൻ യുവതിയെ കണ്ടു. അവരൊരു ആർക്കിടെക്റ്റാണ്. അപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. അവർ ഞങ്ങൾക്കൊരു ചോക്ലേറ്റ് ഓഫർ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അന്നേരം അവരുടെ മുഖം വല്ലാതായി. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ നിർദ്ദേശമുണ്ട്, ഇന്ത്യൻ റെയിൽവേ അപരിചിതർ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ വാങ്ങിച്ച് കഴിക്കരുത്. അതുകൊണ്ടാണ് ഇറ്റ്സ് നോട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓ ആയി ശരി എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ചു. അതപ്പോൾ ഞാൻ അവരോട് ഈ കാര്യം വെറുതെ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന വഴിയിൽ, നിങ്ങൾ എന്തിനാണ് ഈ യുക്രൈനെ ഇങ്ങനെ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം അവർ ഓക്കെ, വലിയ ബന്ധമൊന്നുമില്ല, അവിടുത്തെ ജനങ്ങളൊന്നും അറിയുന്നില്ലോ എന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് അവരെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ആക്രമിക്കുകയാണ്, ഇത് അനക്സേഷൻ ആണല്ലോ, ശരിക്കും അറ്റാക്ക് ചെയ്യുകയാണല്ലോ. അന്നേരം അവരുടനെ ഒരു റഷ്യൻ ചാറ്റ് GPT ഒരു റഷ്യൻ വേർഷനിൽ അവർ ഈ ചോദ്യം ഇട്ട് കൊടുത്തിട്ട് എൻ്റെ റഷ്യനിൽ ഉത്തരം എടുത്തിട്ട് അതിനകത്ത് തന്നെ ഗൂഗിളിനകത്ത് ഇട്ടിട്ട് ഇംഗ്ലീഷിലാക്കി എന്നെ കാണിച്ചു. എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നേറ്റോയിൽ ചേരാൻ പോയതാണ് പ്രശ്നം, റഷ്യയുടെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ച് കഴിഞ്ഞാൽ യുദ്ധം നിൽക്കും, ഇതിന് വേറെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ കുറേ സെൻറ്റൻസ് അവരതിന് മറുപടി കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങി പോകാൻ നേരം ചോദിച്ചു, രജീഷ് ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രസിഡന്റ്, എങ്ങനെയുണ്ട്? ഈസ് വെരി സ്ട്രോങ്. അതാ ഇങ്ങനെ തന്നെ വെരി സ്ട്രോങ്, സോ വി ലൈക്ക് ഹിം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ റഷ്യൻ ജനതയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം ഇത് 2019 പാരീസിൽ ഒരു പീസ് ഡീല്, സെലൻസ്കി അങ്ങോട്ട് വരുന്നേ ഉള്ളൂ, മറ്റേ ടെലിവിഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് പുടിനെ കാണാൻ പോവാം. സെലൻസ്കിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ബിക്കോസ് ആളുകൾ പറയുന്നത് അയാൾ ഒരു റഷ്യൻ അനുകൂലിയായിരുന്നു. കാര്യം അയാൾ സംസാരിക്കുന്ന റഷ്യൻ ഭാഷയാണ്, അയാൾക്ക് ഉക്രൈനിയൻ ഭാഷ നേരെ സംസാരിക്കാനും അറിയില്ല, അയാളുടെ ഭാര്യയ്ക്കും അറിയില്ല. അപ്പോൾ സെലൻസ്കി അവിടെ പോയിട്ട് ഇവർ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. 2014 ക്രൈമിയ കീഴടക്കിയതിന് ശേഷം റഷ്യ ഡോൺബാസിന്റെ കുറേ റീജിയനിലൂടെ കീഴടക്കി. അങ്ങനെ ഡോൺബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിഴക്കേ അറ്റത്തെ, എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, എന്നാലും ഞാൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, കിഴക്കേ അറ്റത്ത് കിടക്കുന്ന 2 പ്രോവിൻസാണ്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് 14,000 പേര് കൊല്ലപ്പെട്ട യുദ്ധത്തിനൊടുവിലാണ് പാരീസ് ട്രീറ്റി ഒപ്പുവെക്കാനായിട്ട് സെലൻസ്കിയിൽ നിന്ന്. അപ്പോൾ സെലൻസ്കി എന്ന് താണ്ടെ ഈ കാണുന്നുണ്ടോ, പുടിൻ ഇരിക്കുന്നു. പുടിൻ സെലൻസ്കിയുടെ ക്യാമറയോട്ട് തിരിഞ്ഞിരിക്കാനായിട്ട് പുടിനാണ് പറയുന്നത്, അങ്ങോട്ട് നോക്കി ഒന്ന് ചിരിക്കാൻ. അതെൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. അങ്ങനെയാണ് സെലൻസ്കി നോക്കി ചിരിക്കുന്നത്. ഏഞ്ചല മേർക്കലുണ്ട്, മാക്രോൺ ഉണ്ട്. ഇതാണ് അവസാനം ഇവർ തമ്മിൽ ഒപ്പിട്ടത് 2019. ഇതിനും പുല്ലുവല്ല. അതിനുശേഷം ഇടുന്നതിനെല്ലാം ഒന്നുകിൽ ഏതെങ്കിലും രീതിയിൽ റഷ്യ അത് വയലേറ്റ് ചെയ്യും. അന്ന് സെലൻസ്കി ഒപ്പിടാൻ പോയപ്പോൾ യുക്രൈനിൽ നടന്ന പ്രതിഷേധമാണ്. ആളുകൾ കരുതി സെലൻസ്കി കൺസെഷനൊക്കെ നടത്തും, യുക്രൈൻ അല്ലെങ്കിൽ പുടിനെ കണ്ട് പേടിച്ച് വരണ്ട് വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ റഷ്യയോട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ട് സെലൻസ്കിയെ വാൺ ചെയ്യാനായിട്ട് കീവിൽ നടന്ന പ്രകടനങ്ങളാണ് ഈ കാണുന്നത്. അന്ന് ഇലക്ഷൻ നടത്തണം എന്നായിരുന്നു, ഈ ഡോൺബാസ് റീജിയനിൽ ഇലക്ഷൻ നടത്തണമെന്നായിരുന്നു പുടിൻ്റെ ആഗ്രഹം, പുടിൻ്റെ ഡിമാൻഡ്. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അന്നത്തെ 2019. ഇപ്പം ആലോചിച്ചു, ഇത്രയധികം ജനങ്ങൾ യുക്രൈൻ്റെ 1 ഇഞ്ച് മണ്ണ് പോലും വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് യുക്രൈനിയൻ ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവിടുത്തെ ഭരണാധികാരിക്ക് എങ്ങനെ അന്ന് ഓവൽ ഓഫീസിൽ എടുത്തതിന് വിരുദ്ധമായ ഒരു സമീപനം എടുക്കാൻ സാധിക്കും? ചിലർ പറഞ്ഞു, ട്രംപിനോട് റെസ്പെക്റ്റ്, അതല്ലേ അതായിരുന്നു പറഞ്ഞത്, നിങ്ങൾ ഓവൽ ഓഫീസിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു. സെലൻസ്കി ഡിസ്റെസ്പെക്ട് ചെയ്തൊന്നുമില്ല. ചിലർ പറഞ്ഞു ബർബൽ സ്പാറ്റാണ് അവിടെ നടന്നത്, രണ്ടുപേരും പൊട്ടിത്തെറിക്കുകയായിരുന്നു. സെലൻസ്കി പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ത്രൂ ഔട്ടായിട്ട് ട്രംപും വാൻസും സെലൻസ്കിയായിട്ട് സംസാരിക്കാൻ നോക്കുക. സെലൻസ്കി വളരെ കൂളായിട്ട് തന്നെ സംസാരിക്കുന്നത്, പക്ഷെ പറയാനുള്ളത് പറയുകയാണ്. കാരണം അയാൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ജനതയാണ്. ആ ജനത പറയുന്നത് രാജ്യത്തിന് വേണ്ടി വാദിക്കാനും പോരടിക്കാനുമാണ്. പക്ഷെ ഇവർ അപമാനിക്കുകയായിരുന്നു. ഇയാൾ കോട്ട് ഇട്ടുകൊണ്ട് വന്നു, ഇപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണ്, ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ എന്താണ് ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്, നിങ്ങൾക്കൊരു നല്ലൊരു ഷർട്ട് വാങ്ങിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ നയതന്ത്രമൊന്നുമല്ല. ആണെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വേറൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റെ കാണാൻ വരുമ്പോൾ അയാൾ സ്യൂട്ട് ധരിച്ചിട്ടില്ല, നിങ്ങൾ എന്താ സ്യൂട്ട് ധരിക്കാത്തതെന്നൊരു പത്രലേഖനെ കൊണ്ടൊക്കെ ചോദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അപമാനിക്കുന്നതിന് തുല്യമാണ്.
അങ്ങനെയാണ് മോഡി അവിടെ ചെന്നപ്പോൾ മോഡി സ്യൂട്ട് ഇട്ടുണ്ടല്ലോ ചെന്ന്, മോഡിയുടെ വേറൊരു കോട്ടാണ് അല്ലേ, ഉത്തരേന്ത്യൻ സ്റ്റൈലുള്ള ഒരു സാധനം. ഇതൊക്കെയാണോ കാര്യം? അപ്പം വീണ് കിടക്കുന്നവനെ അടിക്കുക, ദുർബലനെ അപമാനിക്കുക, ഇതൊക്കെ വളരെ മോശം കാര്യമാണ്. രാഷ്ട്രീയത്തിൽ ധാർമ്മികതയും നീതിയൊന്നും ഇല്ലെന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ അതൊക്കെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സെലൻസ്കി പുടിനുമായി പരമാവധി സഹകരിച്ചു പോകാൻ നോക്കിയ ആളാണ്. ഈവൻ പുടിൻ പക്ഷപാതി എന്നുള്ള ആക്ഷേപം കേട്ട ആളാണ്. അല്ലാതെ തുടക്കത്തിലേ സെലൻസ്കിക്ക് പുടിനോട് ഈ പറയുന്ന ദേഷ്യമൊന്നുമില്ല. ഓവൽ ഓഫീസിൽ ഇരുന്ന് സെലൻസ്കി പുടിനെ ടെററിസ്റ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം അവിടുത്തെ മിസൈൽ അയച്ച് അവിടുത്തെ ആശുപത്രികളും അവിടുത്തെ ക്യാൻസർ ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രീസ്, പവർ ജനറേഷൻ, ഇതെല്ലാം തകർക്കല്ലേ. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഞാൻ പറയാം. ഇപ്പം എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് വെച്ചാൽ 2012 ഒരു പ്യൂ സർവേ ഉണ്ട്, അത് വളരെ റെസ്പെക്റ്റഡ് ആണ്. അതിൽ 41% റഷ്യൻസ് പറഞ്ഞൊരു അഭിപ്രായമാണ്, ഇറ്റ്സ് നാച്ചുറൽ ഫോർ റഷ്യ ടു ഹാവ് ആൻ എംപയർ. റഷ്യ എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു രാജ്യമല്ല, ഒരു സാമ്രാജ്യമാണ് എന്നാണ് 41% റഷ്യക്കാർ 2012 പറയും. ഇന്ത്യയിലെ ഒരു സർവേ നടത്തിയാൽ അങ്ങനെ എത്ര പേര് പറയും? എനിക്ക് തോന്നുന്നില്ല. ചിലയിടത്തൊക്കെ ചിലർ പറയുമായിരിക്കും. എന്നാലും നല്ലൊരു സാമ്രാജ്യമാണ് എന്നുള്ളൊരു ബോധമുള്ള ഒരു ജനതയാണ് റഷ്യയിലുള്ളത്. അവർക്ക് എപ്പോഴും വേണ്ടത് ഒരു ഏകാധിപതി അവരെ ഭരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാജാവ്, ഒരു സാർ ചക്രവർത്തി, അല്ലെ ഇവാൻ ദ ടെറിബിൾ, അല്ലെ പുടിൻ, ആരെങ്കിലും തങ്ങളെ അടിച്ചമർത്തി തങ്ങളുടെ ഗാംഭീര്യമൊക്കെ വെക്കുന്ന ഒരു വലിയൊരു വ്യക്തി വേണമെന്നുള്ളതാണ്. അപ്പം 41% റഷ്യ, ഇത് പ്യൂ സർവേയിൽ പറയുന്ന അവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിലാഷമാണ്. 2015 ഇതേ പ്യൂ സർവേ അവിടെ നടക്കുന്നു. 60% ഓഫ് ദ റഷ്യൻ വാണ്ട് മോർ ഓഫ് യുക്രൈൻ. യുക്രൈൻ അങ്ങനെ അവിടെ ഇരിക്കുന്നത് ശരിയല്ല. 2000 ഞങ്ങൾ മുഴുവൻ ന്യൂക്ലിയർ ആയുധങ്ങളൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി എടുത്താണ്, ഇനി കുറച്ചുകൂടെ ചെത്തിയെടുക്കാനുണ്ടെന്ന് പറയില്ല, നമ്മളിലെ കയ്യാലെ ചെത്തുമല്ലോ, കുറേ കൂടെ എടുക്കാനുണ്ട്. 61% ഓഫ് ദ റഷ്യൻ ബിലീവ് പാർട്സ് ഓഫ് നെയ്ബറിംഗ് കൺട്രീസ് റിയലി ബിലോങ് ടു റഷ്യ. യുക്രൈൻ മാത്രമല്ല, ചുറ്റുമുള്ള പഴയ രാജ്യങ്ങളിലെല്ലാം കുറേയൊക്കെ നമുക്ക് കിട്ടാനുള്ളതാണ്, നമ്മളത് എടുക്കണം എന്ന് ലോകത്തെ ഏറ്റവും വലിയ രാജ്യം, 11 ടൈം സോൺസ് ഉള്ള രാജ്യമാണ്. 11 ടൈം സോൺസ്. ഇവിടെ ഒറ്റ ടൈം സോണിലാണ് ഇന്ത്യ ഓടുന്നത്. എന്നാലോചിച്ച് നോക്കണം, അത്ര വലിയ രാജ്യമാണ്. ഇന്ത്യയുടെ വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 32 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ, 171 32 വ്യത്യാസം നോക്കുക. 69% of those surveyed claim that the breakup of USSR was bad for Russia. 69% പേര് പറഞ്ഞു USSR ചിഹ്ന ഭിന്നമായത് റഷ്യക്ക് വളരെ മോശമായി പോയി, അല്ലെങ്കിൽ ദോഷം ചെയ്തു. ഓക്കെ. Nearly 60% of the Russians want Ukraine territory to splinter further. ഇതിനകത്ത് 60% ആളുകളാണ് പറഞ്ഞത് യുക്രൈൻ്റെ ടെറിട്ടറി വീണ്ടും പൊട്ടിക്കണം, വിഭജിക്കണം. 35% of those surveyed want Eastern Ukraine to become independent, while 24% want Russia to outright annex Ukraine's Luhansk and Donetsk Oblast. Oblast എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് എന്നുള്ള കിഴക്കൻ യുക്രൈൻ റഷ്യയുടെ ഭാഗമാകണം എന്ന് പറയുന്നതാണ് ഈ 35%ഉം 24%. ദാറ്റ് മീൻസ് ജനങ്ങളുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു ബോധം ഉണ്ട്. റഷ്യ ആക്ച്വലി ഒരു ഇമ്പീരിയലിസ്റ്റ് പവറാണ്. നമ്മളിവിടെ അമേരിക്കയാണ് പറയുന്നത് സാമ്രാജ്യത്വം, ആക്ച്വലി റഷ്യ ആണ് ശരിക്കും. റഷ്യ ഈ ഇടയിൽ നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ആള് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറും സ്റ്റാലിനുമായിട്ടൊരു കരാറുണ്ടാക്കിയിരുന്നു, അവരുടെ വിദേശകാര്യമന്ത്രിമാരുമാണ്. മൊളോട്ടോവും റിബൻട്രോപ്പ് പാക്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാക്ട് പ്രകാരം അന്നത്തെ ജർമ്മനിയും ഹിറ്റ്ലറുടെ ജർമ്മനിയും തമ്മിൽ അനാക്രമണ സന്ധിയാണ്. എന്നിട്ട് അതിനകത്തൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ പിടിച്ചെടുക്കും, നിങ്ങളെതിരെ ആക്രമിക്കാൻ വരരുത്. ഞങ്ങൾ പോളണ്ടിലെത്തും, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും, ഞങ്ങൾ പടിഞ്ഞാറൻ പോളണ്ട് പിടിക്കും, കിഴക്കൻ പോളണ്ട് നിങ്ങൾ പിടിച്ചോണം. ഇതായിരുന്നു രഹസ്യ കരാർ. ഇത് ജർമ്മനിയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ കരാർ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹിറ്റ്ലർ വന്ന് പോളണ്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗം പിടിച്ചപ്പോൾ സ്റ്റാലിൻ വന്ന് കിഴക്ക് ഭാഗം പിടിച്ചു. പോളണ്ട് രണ്ടിലെ ബബിൾഗം പോലെ രണ്ടിടത്തേക്ക്. ഇത് രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്, ചരിത്ര സംഭവമാണ്. ഇതിനിപ്പോൾ അവരൊരു സ്പിൻ കൊണ്ടുവന്നിരിക്കുകയാണ്, റഷ്യൻ പ്രൊപ്പഗാൻഡ. അവർ പറയുന്നതറിയാം, ഞങ്ങൾ എന്തിനാണ് പോളണ്ടിനെ പിടിച്ചതെന്നറിയാം. കിഴക്കൻ പോളണ്ടിനെ പിടിച്ചത്
യുക്രൈൻ്റെ പടിഞ്ഞാറ് ഭാഗം, ബെലറസിൻ്റെ പടിഞ്ഞാറ് ഭാഗമുള്ള ജനങ്ങൾക്ക് നാസികളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഞങ്ങളത് പിടിച്ചത്. അവരിങ്ങനെ കയറി വന്നിരുന്നെങ്കിൽ, നാസികൾ കയറി വന്നിരുന്നെങ്കിൽ ബെലറസിലും യുക്രൈനിലുമുള്ള ആളുകളെ അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുമായിരുന്നു. അത് തടയാനായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ആ ഭാഗം പിടിച്ച. അതിന് ജർമ്മനിയുടെ വിദേശകാര്യ വകുപ്പ് പറഞ്ഞൊരു മറുപടി, സീരിയസ്ലി നിങ്ങളിതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നതാണോ എന്നൊരൊറ്റ ചോദ്യം. ഇമാതിരി പ്രൊപ്പഗാൻഡയാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊരു, ഈ നേറ്റോയിൽ ചേരാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു വാദം തന്നെ എടുക്കുക. നിങ്ങൾ ഈ കാണുന്ന മഞ്ഞയിൽ കാണുന്ന എല്ലാം നേറ്റോ രാജ്യങ്ങളാണ്. ഫിൻലൻഡ്, സ്വീഡൻ, എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിറ്റ്വാനിയ, പോളണ്ട്. ഇതിൽ ഈ 5 രാജ്യങ്ങൾ റഷ്യയുടെ അതിർത്തി രാജ്യങ്ങളാണ്. ബാക്കി കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യക്ക് അടുത്ത് കിടക്കുന്നതാണ്. ഇതിൽ 2 രാജ്യങ്ങൾ ഈ യുക്രൈനെ ആക്രമിച്ചതുകൊണ്ട് മാത്രമാണ് നേറ്റോയിൽ ചേർന്നത്, സ്വീഡനും ഫിൻലൻഡും. അപ്പം 5 അതിർത്തി രാജ്യങ്ങൾ ഓൾറെഡി നേറ്റോ രാജ്യങ്ങൾ റഷ്യക്കുണ്ട്. അപ്പം യുക്രൈൻ ഒരു 6ാമത്തെ രാജ്യം ആവുള്ളൂ. അങ്ങനെ വരുമ്പോൾ എല്ലാ ഇക്വിലിബ്രിയവും തെറ്റുമെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു എന്താ പറയുക, ഒരു വാദത്തിനായിട്ട് ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് ആൻ ആർഗ്യുമെന്റ്. കാരണം പിന്നെ ന്യൂക്ലിയർ ആയുധങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഈ പടത്തിനകത്ത് കാണാൻ കഴിയും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 100 വാർഹെഡ്സ് യൂറോപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് റഷ്യക്കെതിരെ. യുണൈറ്റഡ് കിങ്ഡം 225 ന്യൂക്ലിയർ വാർഹെഡ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് റഷ്യക്കെതിരെ. ഇവിടെ ഇതേപോലെ കാണാം. ഫ്രാൻസ് 290 കൊണ്ടുവച്ചിട്ടുണ്ട്. റഷ്യ ആവട്ടെ ഇവർക്കെതിരെ 4489 വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാം നേറ്റോയിൽ ചേർന്നാണ് പേടിയാവുന്നത്. ഇതെല്ലാം ഇത് എത്ര വർഷങ്ങളായിട്ട് ഇരിക്കുന്ന സാധനമാണെന്നറിയാം. ഇത് റഷ്യയെ പേടിപ്പെടുത്തുന്ന, റഷ്യ ആരെങ്കിലും ആക്രമിക്കുമോ? റഷ്യ ആരെങ്കിലും അങ്ങനെ ആക്രമിച്ചിട്ടുണ്ടോ? പണ്ട് നെപ്പോളിയൻ ആക്രമിച്ചിട്ടുണ്ട്, പിന്നെ ഹിറ്റ്ലർ ആക്രമിച്ചിട്ടുണ്ട്. അവരെ രണ്ടുപേരുടെയും ബുദ്ധിമുട്ട്. കാര്യം വെച്ചാൽ റഷ്യ ആക്രമിച്ച് കീഴ്പ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്ന് തീരാത്ത ദോശ പോലെ ഇങ്ങനെ കിടക്കുകയാണ് റഷ്യ. പിന്നെ റഷ്യൻ വിന്റർ എങ്ങനെയെങ്കിലും ആക്രമിച്ച് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ, അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാര്യം അങ്ങനെ കിടക്കുക, റഷ്യക്കാർക്ക് പോലും അറിയില്ല. അവിടെയാണ് ന്യൂക്ലിയർ ആയുധങ്ങൾ തിരിച്ചു കൊടുത്ത ഒരു രാജ്യം. എന്നാ എല്ലാം ചേട്ടൻ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്ത ആ രാജ്യം നേറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണെന്ന്. ഇതൊക്കെ എത്ര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, റഷ്യ ഈസ് സറൗണ്ടഡ് ബൈ നേറ്റോ കൺട്രീസ്, സറൗണ്ടഡ്. പിന്നെ ന്യൂക്ലിയർ ആയുധങ്ങളാണെങ്കിലും കണ്ടമാനം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഈ 3 കാര്യങ്ങളാണ് ഈ നേറ്റോ എൻട്രി, ഡീമിലിറ്ററൈസേഷൻ, ഡീനാസിഫിക്കേഷൻ. തങ്ങൾ നേറ്റോയിൽ ചേരില്ല എന്ന് സെലൻസ്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. യുദ്ധം തുടങ്ങി ഒരു 2 ആഴ്ച ആകുമ്പോൾ ഒരു പ്രസ്താവന തന്നെ സെലൻസ്കി ഉണ്ടായിരുന്നു. അതായത് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് യുക്രൈൻ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് നേറ്റോ. യുക്രൈൻ ഒരു മെമ്പർ അല്ല നേറ്റോയിൽ. വി അണ്ടർസ്റ്റാൻഡ് ദിസ്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഫോർ ഇയേഴ്സ് വി ഹേർഡ് അബൌട്ട് ദ അപ്പാരന്റ്ലി ഓപ്പൺ ഡോർ. വാതിൽ തുറന്നു കിടക്കുകയാണെന്ന് ഞങ്ങൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്. ബട്ട് ഹൗ ഓൾറെഡി ഓൾസോ ഹേർഡ് ദാറ്റ് വി വിൽ നോട്ട് എൻ്റർ ദെയർ. പക്ഷെ അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അതിനകത്തൂടെ കയറാൻ പോകുന്നില്ല. ആൻഡ് ദീസ് ആർ ട്രൂത്ത്സ് ആൻഡ് മസ്റ്റ് ബി അക്നോളജ്. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ അംഗീകരിക്കണം എന്ന് സെലൻസ്കി പറയുന്നത് മാർച്ച് 15, 2022 സെപ്റ്റംബർ 24, 2022 ആക്രമണം. ഇതിന് മുന്നേ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നേറ്റോയിൽ ഇപ്പൊ പറയുകയാണ്, സെലൻസ്കി പറയുകയാണ് ഞങ്ങൾ നേറ്റോയിൽ ചേരില്ല, എന്നാൽ നിങ്ങൾ യുദ്ധം നിർത്തുമോ? എന്തായിരിക്കും പുടിൻ പറയുന്നത്? അത് പറ്റില്ല, ഞങ്ങൾ പിടിച്ച സാധനങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങളിവിടെ വന്നത് പിടിക്കാനായിട്ടാണ്. ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് യുദ്ധം എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിന് വേണ്ടിയുള്ള സംഗതിയാണ്. അതിനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഡീനാസിഫിക്കേഷൻ, നാസികളെ തുരത്തുക യുക്രൈനിൽ നിന്ന്. ആരാണ് നാസി? ഇങ്ങനെ കുറെ ആർഗ്യുമെന്റ്. ഇപ്പൊ തന്നെ ഇദ്ദേഹം പറഞ്ഞു കേട്ടില്ലായിരുന്നു, ട്രംപ് പറഞ്ഞു കേട്ടില്ല, സെലൻസ്കി ഈസ് എ ഡിക്റ്റേറ്റർ വിത്തൗട്ട് ഇലക്ഷൻസ്. തോറ്റ് അല്ലെങ്കിൽ അടികൊണ്ട് പൊളഞ്ഞു നിൽക്കുന്ന പരാജിതനെ കുറിച്ച് അപമാനം ജനിപ്പിക്കുന്ന പ്രസ്താവനകൾ ഉണ്ടാക്കും. എ ഡിക്റ്റേറ്റർ വിത്തൗട്ട് ഇലക്ഷൻ. സെലൻസ്കി ഒരു ഡിക്റ്റേറ്ററാണ്. പിന്നെ പറഞ്ഞ അയാൾക്ക് 4% ആളുകളുടെ പിന്തുണയേ ഉള്ളൂ. ഒന്ന്, ഈസ് നോട്ട് എ ഡിക്റ്റേറ്റർ, യുഎസ് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആണ് വിത്ത് 70+ വോട്ട്സ്. അതാണ് രസം. അത്രയും വോട്ട് അടുത്തിടെ യുക്രൈൻ്റെ ചരിത്രത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. 2, ഇലക്ഷൻ നടത്താത്തതിന്റെ കാര്യം എന്താണ്? 2022 യുദ്ധം വന്നു. യുക്രൈൻ്റെ ഭരണഘടന പറയുന്നുണ്ട് യുദ്ധസമയത്ത് ഇലക്ഷൻ നടക്കില്ല. കാരണം നല്ലൊരു ജനസംഖ്യ രാജ്യത്തിന് പുറത്ത് അഭയാർത്ഥികളായിട്ട് പോയിരിക്കുകയാണ്. മില്യൺസ്. അവർക്ക് വന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ല. അവർ വേറെ രാജ്യങ്ങളാണ്, പോളണ്ടിലും റൊമേനിയയിലും US-ലും UK-ലും ഒക്കെയാണ്.
രണ്ട് സൈനികരെല്ലാം യുദ്ധത്തിൻ്റെ ഫ്രണ്ടിലാണ്. പിന്നെ നിരന്തരം മിസൈലുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുകയാണ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ. പിന്നെ എങ്ങനെയാണ് ഈ പോൾ നടക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് പോൾ നടത്താൻ ആഗ്രഹമുണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് അവിടെ നടത്താൻ പറ്റില്ല. യുദ്ധം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. ബ്രിട്ടൻ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ 9 വർഷം പോൾ നടത്തിയില്ല. 9 വർഷം ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമാണ്. യുദ്ധസമയത്ത് ചെയ്യാൻ പറ്റില്ല. അതിനാണ് പറയാണ് എ ഡിക്റ്റേറ്റർ വിത്തൗട്ട് എലക്ഷൻ. രണ്ടും സെലൻസ്കിയുടെ കുറ്റമല്ല. പിന്നെ 4% പിന്തുണയേ ഉള്ളൂ. അതും തെറ്റാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിലും 60%-ലധികം യുക്രൈനികൾ സെലൻസ്കിയെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇനി അവിടെ ഒരു എലക്ഷൻ നടത്തിയാൽ പോലും സെലൻസ്കിയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. കാര്യം ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പുടിൻ സമാധാനം ഉണ്ടാക്കാനായിട്ട്, പീസ് മേക്ക് ചെയ്യാനായിട്ട് പുള്ളി ഇങ്ങനെ എന്താ പറയുന്നത്, തൊഴുന്നവനെ അടിക്കുക എന്നുള്ളത്. ഈ ഒരു പ്രസ്താവന നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. ഇത് 2024 ഡിസംബറിൽ പുടിൻ പറഞ്ഞൊരു കാര്യം. 2024 ഡിസംബർ പറഞ്ഞാൽ 2-3 മാസമേ ഉള്ളൂ. പുള്ളി പിന്നെ ട്രംപ് ജയിച്ചു എന്നൊക്കെ അറിഞ്ഞു. ഇപ്പം ട്രീറ്റിയൊക്കെ, സമാധാന കരാറൊക്കെ വരും, ഇപ്പം എല്ലാം ഇനി പിടിച്ചുകൊണ്ട് പോകാമെന്ന് അറിഞ്ഞപ്പം പുടിൻ പറഞ്ഞ ഒരു വാചകമാണ്, വെൻ എവറിത്തിങ് ഈസ് ക്വയറ്റ് ആൻഡ് കാം വി ആർ ഗെറ്റിംഗ് ബോർഡ്. എല്ലാം വളരെ സമാധാനവും ശാന്തവും ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ബോറിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കയറി അടിക്കും. പറഞ്ഞാണ്, കറക്റ്റ് പറഞ്ഞ കാര്യമാണ്. നോക്കുക, പുടിൻ ടോൾഡ് 140, അതായത് 14 കോടി റഷ്യൻസിനോട് ഒരു ഡയറക്റ്റ് ലൈൻ പ്രസ് കോൺഫറൻസ് ഉണ്ട് രാജ്യത്തോട് നടത്തുന്നത്. അതിനകത്ത് ഇൻവേഷൻ ഓഫ് യുക്രൈനെ കുറിച്ച്, എന്തുകൊണ്ടാണ് യുക്രൈനിൽ കയറി ഇൻവേഷൻ നടത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ്, വെൻ എവറിത്തിങ് ഈസ് ക്വയറ്റ്, സ്റ്റേബിൾ ആൻഡ് മെഷേർഡ്, വി ആർ ബോർഡ്. ഇറ്റ്സ് സ്റ്റാഗ്നേഷൻ, വി വാണ്ട് സം ആക്ഷൻ. നമുക്ക് ചില ആക്ഷൻസ് വേണം, നല്ല മാർക്കോ മോഡലിൽ അല്ല എന്തെങ്കിലും. ആൻഡ് വെൻ ദ ആക്ഷൻ സ്റ്റാർട്ട്സ്, പക്ഷെ ആക്ഷൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ വി ആർ സ്കേർഡ്. അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. വെൽ, ഇറ്റ്സ് നോട്ട് ഹൊറർ, നോട്ട് ഹൊറർ, നോട്ട് ഹൊറർ. വളരെ എന്തോ പറയുന്നില്ല, കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടു കൂടിയാണ് 15 ലക്ഷം മനുഷ്യരെ അരിഞ്ഞരിഞ്ഞ് തള്ളിയ യുദ്ധത്തെക്കുറിച്ച് പുടിൻ എന്ന് പറയുന്ന മഹാൻ സംസാരിക്കുന്നത്. ആ പുടിനെ ആരാധിക്കുന്നവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളത് അതിലും ആവേശകരമായ ഒരു കാര്യമാണ്. ഇത് തന്നെയായിരുന്നു സത്യത്തിൽ നിങ്ങൾ പറയും, നമ്മളിപ്പോൾ ഹിറ്റ്ലറെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടൊക്കെ വിലയിരുത്തുന്നു. ഹിറ്റ്ലർ ആയിരുന്ന യുദ്ധം ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററി ഇതൊന്നും ആവുമായിരുന്നില്ല. അന്ന് ഹിറ്റ്ലർ ഈ തേരോട്ടം എല്ലാം നടത്തുന്ന കാലഘട്ടത്തിൽ ആളുകൾ നിശബ്ദതയിലായിരുന്നു, അവർ പിന്തുണച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് അതൊക്കെ നടന്നതെന്ന് നമ്മൾ കരുതുന്നു. എല്ലാവരും കൂടെ ഹിറ്റ്ലറെ എതിർത്തു, എന്നിട്ട് ഹിറ്റ്ലർ അങ്ങനെ ആയിരുന്നില്ല. മെജോറിറ്റി വാസ് സൈലന്റ് ആൻഡ് ഇറ്റ്സ് മോർ ഡേഞ്ചറസ് ദാൻ ദ വയലൻസ് ഓഫ് ദ മൈനോറിറ്റി. ന്യൂനപക്ഷത്തിന്റെ അക്രമത്തെക്കാൾ ഭീകരമാണ് ഭൂരിപക്ഷത്തിന്റെ നിശബ്ദത. അതാണ് നടക്കുന്നത്. ഈ 146 രാജ്യങ്ങളാണ് റഷ്യക്കെതിരെ യുക്രൈന് വേണ്ടി ഈ ജനറൽ അസംബ്ലിയിൽ വോട്ട് ചെയ്തത് 2022. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം രാജ്യങ്ങൾ വോട്ട് ചെയ്തിട്ട് അവർ വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ. ഇന്ത്യ എന്ത് ചെയ്തു ആ സമയത്ത്? നമ്മൾ ഭയങ്കര പ്രാഗ്മാറ്റിക് പ്രൈം മിനിസ്റ്ററാണ്, പ്രാഗ്മാറ്റിക് വിദേശകാര്യമന്ത്രിയാണെന്നൊക്കെ പറയുന്നു. റഷ്യക്ക് ഓയിൽ വിൽക്കാൻ പറ്റുന്നില്ല, സാങ്ഷൻ വരുന്നു. റഷ്യൻ ഓയിൽ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചു. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അത് റിഫൈൻ ചെയ്തിട്ട് നമ്മൾ കൂടിയ വിലയ്ക്ക് യൂറോപ്പിന് കൊടുത്തു. അപ്പോൾ റഷ്യക്ക് എന്ത് കിട്ടി? അവർ എണ്ണയും വിറ്റുപോയി. നമുക്കെന്ത് കിട്ടി? നമുക്ക് എണ്ണയും കിട്ടി, നമ്മൾ അത് വെച്ച് വീണ്ടും പൈസ ഉണ്ടാക്കി. എന്നിട്ട് പറയും നമ്മൾ ന്യൂട്രൽ ഒന്നുമല്ല, നമ്മൾ സമാധാനത്തിൻ്റെ കൂടെയാണ്. ഇതാകുമ്പോൾ ഒരു നല്ല സമാധാനമുണ്ട്. ഇവിടെ പെട്രോൾ വില കൂടത്തില്ല, ഇവിടെ എല്ലാം സുഖമല്ലേ, നമ്മൾ നമ്മുടെ കാര്യമല്ലേ നോക്കണ്ടേ, സമാധാനം. പോട്ടെ. ഇൻ സ്പീച്ച്, ആ സ്പീച്ചിൽ അന്ന് ഈ ഹൊറർ എന്നൊക്കെ പറഞ്ഞ എൻ്റെ കൂടെ പറഞ്ഞ വാക്കുകളൊന്ന് വായിച്ചു. ഇൻ സ്പീച്ച് പുടിൻ ഓൾസോ പ്രപ്പോസ്ഡ് എ ഡ്യുവൽ ഓവർ കീവ്. നമുക്കൊരു കാര്യം ചെയ്യാം, റഷ്യക്കാരോട് പുടിൻ പറയണം, നമുക്ക് കീവ് എന്ന് പറഞ്ഞാൽ യുക്രൈൻ്റെ തലസ്ഥാനമായ കീവിൻ്റെ മേളിൽ ഒരു മത്സരം നടത്തിയാൽ. അതായത് നമ്മളുടെ ഓർഷ്നിക് എന്ന് പറയുന്ന പുതിയ ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളതൊരു 10 അങ്ങോട്ട് വിടും. യൂറോപ്പിൻ്റെ മുഴുവൻ മിസൈൽ ഡിഫൻസ് സിസ്റ്റം അവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ, എത്ര അടിച്ചിടുമെന്ന് നോക്കാം. നമുക്കൊരു രസം. എന്താ പുടിൻ പറഞ്ഞാണ്, പരസ്യമായിട്ട് പറഞ്ഞാണ്. പുടിൻ അങ്ങനെ ഒരു ലഹരിയിലാണ്. ആ പുടിനെ
വിട്ടിട്ട് പുകഴ്ത്തിക്കൊണ്ട് പുട്ടിന് സമാധാനം വേണോ, ട്രംപ് പറയുന്നുണ്ട് പുട്ടിന് സമാധാനം വേണോ, ഹി വാണ്ട്സ് പീസ് ലൈക്ക് ദാറ്റ്, ഹി വാണ്ട്സ് പീസ് എന്ന് പറയുന്നത് ഇതാ, യുക്രൈൻ്റെ ഒരു പീസാണ്, സ്പെല്ലിങ് വരെയാണെന്നേ ഉള്ളൂ. പോട്ടെ. പുട്ടിൻ്റെ ഈ ട്രംപിൻ്റെ ആരോപണങ്ങൾ പറയുമ്പോൾ ഒന്ന്, ഡിക്റ്റേറ്റർ വിത്തൗട്ട് എലക്ഷൻസ്, ഞാൻ പറഞ്ഞു ഓൺലി 4% പോപ്പുലാരിറ്റി, അത് തെറ്റാണ്. 4% പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. അപ്പോൾ ആരാണ്ട് സെലൻസ്കിയൊക്കെ പറഞ്ഞു, ഇങ്ങനെ ട്രംപ് പറയുന്നില്ല നിങ്ങൾക്ക് 4% പിന്തുണയുള്ളല്ലോ എന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഈ ഡിസ്ഇൻഫർമേഷൻ മാഫിയയുടെ പിടിയിലാണ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ല എന്ന്. പക്ഷെ എന്താണ് പിന്നീട് ഈ ഓവൽ ഓഫീസിലെ മീറ്റിങ്ങിന് ശേഷം ചെയ്ത എന്താണ്, UNGCയിൽ UN ജനറൽ അസംബ്ലിയിൽ വീണ്ടും ഓരോ വർഷവും ഇങ്ങനെ അവരിലെ വാർഷിക വിളക്ക് പോലെ റഷ്യയുടെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടും യുദ്ധം നിർത്തണമെന്നും പറഞ്ഞുകൊണ്ട് UN ജനറൽ അസംബ്ലിയിലെ അംഗരാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു പ്രമേയം പാസ്സാക്കുന്ന ഒരു ആചാരമുണ്ട്. 3 വർഷമായിട്ട് ചെയ്തു വരികയാണ്. ആദ്യം ചെയ്തപ്പോൾ 146 പേര് യുക്രൈന് വേണ്ടി വോട്ട് ചെയ്തു. ഇപ്പോൾ ചെയ്തപ്പോൾ 98 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മിക്കവാറും എല്ലാവരും അബ്സ്റ്റൻഷനാണ്. ഞങ്ങൾ ആ സമയത്ത് പോയി ഒരു വീട് വലിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. ഇന്ത്യയൊക്കെ അബ്സ്റ്റൻഷനാണ്, ചൈനയും അബ്സ്റ്റൻഷനാണ്. ഇതിനകത്തൊന്നും ഇല്ല, നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക, ഞങ്ങൾ വരാം എന്നുള്ളതാണ്. നാം നോക്കുക, അതിനകത്തെ വോട്ടിംഗ് ഇങ്ങനെയായിരുന്നു. 93 പേര് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു, 18 പേര് എതിർത്തു, 65 പേര് മാറി നിന്നു. ഈ മാറി നിന്നതിൽ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, ഇറാനുണ്ട്, മിക്കവാറും ഉള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. 18 പേര് എതിർത്തതിൽ നമ്പർ 1 നോർത്ത് കൊറിയ, നമ്പർ 2 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഒന്ന് ആലോചിച്ച് നോക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും നോർത്ത് കൊറിയയും ഒരേ പേജിൽ വരുന്ന ഒരു വോട്ടിംഗ് യുക്രൈനെ കളി പഠിപ്പിക്കുകയാണ്. കാരണം യുക്രൈൻ സഹായം സ്വീകരിച്ചു, ഞങ്ങൾക്കൊന്നും തന്നില്ല, വേണ്ടത്ര രീതിയിൽ നന്ദി പറഞ്ഞില്ല. ഇത് അമേരിക്കയുടെ പൊതുസമൂഹത്തിൻ്റെയോ അമേരിക്കയുടെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു 4 വർഷം അവരെ ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുടെ പരിണതിയാണ് എന്ന് മാത്രമേ കരുതാം. അമേരിക്കയ്ക്ക് ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ ഷിക്കാഗോയിൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പം അവിടെ ഫീൽഡ് മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം, അതിനുവേണ്ടി ഏതൊരറ്റം വരെ പോകാനും, സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടി ഏതൊരറ്റം പോകാനും അമേരിക്ക തയ്യാറാവും. അതിന് നിങ്ങൾ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുക, ഞങ്ങളത് പരിഗണിക്കില്ല എന്നൊരു വാദം എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് വായിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാനതെടുത്ത് കാണിച്ചിരുന്നു. അതാണ് അമേരിക്കയുടെ ഒരു ചരിത്രം. ജനാധിപത്യത്തിൽ പിറന്നു വീണ രാജാവിനെ അറിയാത്ത ഒരു രാജ്യം. അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മനസാക്ഷിയാണ്. അമേരിക്കൻ എന്ന് പറയുന്ന ഒരാളില്ല. അവൻ ബ്രിട്ടീഷുകാരനാണ്, ജർമ്മൻകാരനാണ്, റഷ്യക്കാരനാണ്, ഇന്ത്യക്കാരനാണ്, പാകിസ്ഥാൻകാരനാണ്. ലോകത്തുള്ള എല്ലാവരും അമേരിക്കയിലുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല, ഒരു ജനതയില്ലല്ലോ. ഒരു അമേരിക്കൻ പൗരനാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ഈ ട്രംപ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ UN ജനറൽ അസംബ്ലിയിൽ വോട്ട് ചെയ്തു, യുക്രൈനെതിരെ വോട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? $61 ബില്യൺ ആയുധങ്ങൾ കഴിഞ്ഞ ബൈഡന്റെ കാലഘട്ടത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചതാണ്. ഈ ആം സപ്ലൈ മുഴുവൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്താണ്? ഞങ്ങളുടെ പ്രസിഡന്റിനെ വേണ്ടത്ര ബഹുമാനിച്ചില്ല, ഓവൽ ഓഫീസിൽ വന്നിട്ട് ഡയലോഗ് വിട്ടു എന്ന് പറഞ്ഞു. അതിനേക്കാൾ ഭീകരം, ആം സപ്ലൈ കൊടുക്കാത്ത അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. മെയ് വരെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവരിലുണ്ട്. ഇന്റലിജൻസ് ഷെയറിംഗ് നിർത്തിവെച്ചു. ഇന്റലിജൻസ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ റഷ്യൻ പട്ടാളം എവിടുന്ന് വരുന്നു എന്നൊക്കെ ഉള്ളത് സാറ്റലൈറ്റ് വഴി യുക്രൈന് വിവരം കൊടുക്കുക. അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. മിക്കവാറും റഷ്യ വിടുന്ന ഒരു 100 മിസൈൽ വിട്ട് കഴിഞ്ഞാൽ അതിലൊരു 90-95 എണ്ണവും യുക്രൈൻ അടിച്ചിടാൻ കഴിയും, ഈ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയാണ്. പക്ഷേ നിർണായക സമയത്ത് ട്രംപ് അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പം തന്നെ അതിന്റെ എഫക്റ്റ് ഉണ്ടായി വാർഹിൽ. ഈ കുർസ്ക് യഥാർത്ഥത്തിൽ യുക്രൈന് നഷ്ടപ്പെടാൻ എന്നുള്ള അവസ്ഥ വന്നത്, അതായത് അവർ പിടിച്ചെടുത്ത ഭാഗം അവരെ നഷ്ടപ്പെടാനുള്ള അവസ്ഥ വന്നത് ഈ ഇന്റലിജൻസ് ഷെയറിംഗ് നിർത്തിവെച്ചാണ് പെട്ടെന്ന്. അതിനേക്കാൾ വലിയൊരു അപകടം, 2.5 ലക്ഷത്തോളം വരുന്ന യുക്രൈനികൾ ഈ യുദ്ധസമയത്ത് അഭയാർത്ഥികളായിട്ട് അമേരിക്കയിൽ ചെന്നിരുന്നു. അവർക്കൊരു ലീഗൽ സ്റ്റേറ്റസ് കൊടുത്തിട്ടുണ്ട്. യുദ്ധം കാരണം വന്നിരിക്കുന്നു. ഈ ട്രംപ് പറഞ്ഞത് എന്താണ്? അവരുടെ ലീഗൽ സ്റ്റേറ്റസ് റിവോക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ ഏലിയൻസായി മാറും. ഏലിയൻസായി മാറിക്കഴിഞ്ഞാൽ എന്താണ്? കാലിലും ചങ്ങല, കയ്യിലും ചങ്ങല, എവിടെ കൊണ്ടുവിടും? ഇതൊക്കെ പറയുകയാണ് ഒരാൾ. അങ്ങനെ ചെയ്തില്ല, റിവോക്ക് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുകയാണ്. ആരെ മര്യാദ പഠിപ്പിക്കാനാണ്? പിന്നെ ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ,
കഴിഞ്ഞ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ, ട്രംപ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ 4 വർഷം ട്രംപ് നടത്തിയിട്ടുള്ള ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, മിസ്ലീഡിംഗ് ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ബൈ ട്രംപ് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. 30,573 പ്രസ്താവനകളാണ് 4 വർഷം കൊണ്ട് നടന്നത്. ഒന്നിൽ ഫോൾസ് ആണ്, അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ശരാശരി 21 നുണകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ട്രംപ് കഴിഞ്ഞ ഭരണത്തിൽ. അപ്പൊ പിന്നെ ഇപ്രാവശ്യം പറയും. ഇപ്പോ യുക്രൈനുള്ള സഹായം എത്രയാണെന്ന് ചോദിക്കും. ട്രംപ് പറയും, ആദ്യം പറയും 500 ബില്യൺ. 1 ബില്യൺ എന്ന് വെച്ചാൽ 100 കോടി. 500 ബില്യൺ. പിന്നെ പറയും 350 ബില്യൺ. എങ്ങനെ കണക്കെല്ലാം നോക്കിയാലും ഇവർ കൊടുത്തിട്ടുള്ളത് 114-118 ബില്യനാണ്. അതിന് പലിശയോടെ കൂട്ടി കഴിഞ്ഞാൽ 180 ബില്യൺ വരെ വരുന്ന വേറൊരു കണക്കും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും 350 അല്ല. അതിനാണ് 350 ബില്യൺ, 500 ബില്യൺ. അതിന് പകരം ചോദിക്കുന്നതാണ് യുക്രൈൻ്റെ ധാതു സമ്പത്ത്. അതേതാണ്ട് 11 ട്രില്യൺ മതിപ്പ് വിലയുള്ള യുക്രൈൻ്റെ ധാതു സമ്പത്തിൻ്റെ 50-50 ആണ് അമേരിക്ക ചോദിക്കുന്നത്. അതായത് ഞങ്ങളെ പൈസ അങ്ങോട്ട് വന്ന് തിരിച്ചു തരണം. ഈ ധാതു സമ്പത്തുമായിട്ടുള്ള കരാർ യഥാർത്ഥത്തിൽ യുക്രൈനാണ് അങ്ങോട്ട് വെച്ചത്. കാരണം നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു, നിങ്ങൾ വെറുതെ തരണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ കയ്യിൽ ധാതു സമ്പത്തുണ്ട്, ടൈറ്റാനിയം ഉണ്ട്, ലിഥിയം ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, റെയർ എർത്ത് ഉണ്ട്, നിങ്ങളത് ഖനനം ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ഗാഡ്ജറ്റ്സ് ഉണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, നോഹവ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്ന ലാഭം 50-50. യുക്രൈനും രക്ഷപ്പെടാം, അമേരിക്കയ്ക്കും പൈസ കിട്ടും. അത് നല്ലൊരു കരാർ തന്നെയാണ്. കാരണം യുദ്ധത്തിന് ശേഷം തകർന്നു പോയ രാജ്യങ്ങളെ കരയ്ക്ക് കയറ്റിയതിൽ അമേരിക്കയുടെ ചരിത്രം വളരെ വലുതാണ്. ജപ്പാന്റെ കാര്യവും പശ്ചിമ ജർമ്മനിയുടെ കാര്യമൊക്കെ ഓർത്താൽ മതി. ഈവൻ അഫ്ഗാനിസ്ഥാനെ വരെ ഒരുമാതിരി അവർ കൊണ്ടുവരാൻ ശ്രമിച്ചു, പിന്നെ അവർ കളഞ്ഞിട്ട് പോയി. അപ്പം ഇതാണ് ട്രംപിന്റെ കള്ളം പറയുന്ന നിരക്ക്. അതുകൊണ്ട് ട്രംപ് ഓരോരോ കള്ളം പറയാം. 350 ബില്യൺ. ഇനി ആ ഓവൽ ഓഫീസിലെ മീറ്റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് JD വാൻസ് ആണ് ശരിക്കും അത് കൊളുത്തി വിട്ടത്. പ്രസിഡന്റിന് വേണ്ടി എന്താണ് ശരിക്കും അവിടെ 2 ഗാങ്സ്റ്റേഴ്സ് ഇരുന്ന് ഒരു അതിഥിയെ അപമാനിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല. ഈ JD വാൻസിന്റെ ഒരു പഴയ പ്രസ്താവനയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്താ അറിയാം? മിസ്റ്റർ ട്രംപ് ഈസ് അൺഫിറ്റ് ഫോർ എ നേഷൻസ് ഹയസ്റ്റ് ഓഫീസ്. JD വാൻസ്. അത് JD വാൻസ് ട്രംപുമായിട്ട് ചേരുന്നതിന് മുമ്പുള്ള പ്രസ്താവനയാണ്. ഇപ്പോൾ നടക്കുന്ന മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഉണ്ടല്ലോ, അയാൾ 2016 ട്രംപുമായിട്ട് ചേർന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആവാൻ മത്സരിച്ച ആളാണ്. അന്ന് മാർക്കോ റൂബിയെ ട്രംപ് വിളിച്ചിരുന്നത് ലിറ്റിൽ റൂബിയോ എന്നായിരുന്നു. ലിറ്റിൽ റൂബിയോ, പൊക്കമില്ല. അങ്ങനെ റൂബിയോയുടെ തിരിച്ചടി എന്തായിരുന്നു അറിയോ? അയാൾക്ക് 6 അടി 3 ഇഞ്ച് പൊക്കമുണ്ട്. പക്ഷെ അയാളുടെ കൈകൾ കണ്ടിട്ടുണ്ടോ? ചെറിയ കൈകളാണ്. ചെറിയ കൈകളുള്ളവരെ കുറിച്ച് എന്താണ് നമ്മൾ കരുതുന്നത്? അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, നമ്പാൻ കൊള്ളില്ല എന്നാണ് മാർക്കോ റൂബിയോ തിരിച്ചടിക്കുന്നത്. എന്നിട്ട് ഇതെടുത്തുകൊണ്ട് ട്രംപ് വീണ്ടും ബഹളം ഉണ്ടാക്കി. നോക്കൂ, അയാൾ പറഞ്ഞ എന്താണ്? എനിക്ക് 6 അടി 3 ഇഞ്ച് പൊക്കെ ഉള്ളത്, എനിക്ക് ആക്ച്വലി 6 അടി 4 ഇഞ്ചുണ്ട്, പിന്നെ എൻ്റെ കൈ ചെറുതാണ്, നോക്കൂ ഈ കൈയാണോ ചെറുത്, ഇതാണോ ചെറുത്, ഇതാണോ ചെറുതെന്ന് പറഞ്ഞ് ട്രംപ് നടന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു സാധനം. അതാണ് ട്രംപിന്റെ ഒരു ലെവല്. ആ മാർക്കോ റൂബിയോ ട്രംപിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ട്രംപ് പറയുന്ന എല്ലാം കേട്ടോണ്ട് ഇങ്ങനെ. ഇത് ആരാ? JD വാൻസ് ഒരിക്കൽ പറഞ്ഞാണ് മിസ്റ്റർ ട്രംപ് ഈസ് അൺഫിറ്റ് ഫോർ അവർ നേഷൻസ് ഹൈസ്റ്റ് ഓഫീസ്. 2016 പറഞ്ഞ കാര്യം. ഈ JD വാൻസ് ആണ് ട്രംപിന് വേണ്ടി യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ എന്തായാലും എല്ലാം പറഞ്ഞ് ഒപ്പിച്ചു കേട്ടോ സെലൻസ്കി. ഇറ്റ് ഈസ് നോട്ട് ഹിസ് നേറ്റീവ് ലാംഗ്വേജ് ആക്ച്വലി. പക്ഷേ ഇവന്മാർ രണ്ടുപേരും ഇരുന്ന് ഭയങ്കര ഒറേറ്റേഴ്സാണ്. JD വാൻസ് ഭയങ്കര റൈറ്ററാണ്, ഒറേറ്ററാണ്, ആവേശമാണ്, ആശയാണ്. പിന്നെ ട്രംപ് നോൺ സ്റ്റോപ്പാണ്. ട്രംപ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് തന്നെ ഞാനായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. 1 മിനിറ്റ് 5 പ്രാവശ്യം പറയും. അവിടെ എന്തായാലും പറയാനുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചോദിച്ച കാര്യം, നിങ്ങൾ മതിയായ അത്രയും താങ്ക് യു പറഞ്ഞില്ല. ഇവിടെ ഒരു രസമുള്ള, ആർക്കാണ് താങ്ക് യു പറയേണ്ടത്? ബൈഡനാണ്. ബൈഡനെ കുറിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. ട്രംപ് ഒരു ദിവസം ഒരു 40,000 പ്രാവശ്യം ബൈഡനെ സ്റ്റുപ്പിഡ് ബൈഡൻ, ഡം ബൈഡൻ, ഡാഷ് ബൈഡൻ, ക്രൂക്കി, സ്ലീപ്പി ബൈഡൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ബൈഡൻ ആണല്ലോ പൈസ കൊടുത്തത്. അപ്പൊ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് വൈ ഡോണ്ട് യു താങ്ക് ദാറ്റ് സ്റ്റുപ്പിഡ് പ്രസിഡന്റ് എന്നാണ്. കാരണം ഏറ്റവും അവസാനം ഈ $61 ബില്യൺ അമേരിക്കയിലെ സെനറ്റും അമേരിക്കയിലെ കോൺഗ്രസും വോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെതിരെ വോട്ട് ചെയ്ത 2 പേരാണ് ഈ JD വാൻസും മാർക്കോ റൂബിയും. അവർ 2 സെനറ്റ് മെമ്പേഴ്സ് ആയിരുന്നു. അവരിപ്പോൾ താങ്ക് യു ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇവർ എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തവരാണ്. അവർക്ക് യഥാർത്ഥത്തിൽ പറയാൻ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ താങ്ക് യു പറയേണ്ടത് ബൈഡനോടാണ്. ഇതാണ്
ഒരു പത്രലേഖകൻ ചോദിച്ചത്, why don't you wear a suit? You are at the highest level in this country's office and you refuse to wear a suit. Do you own a suit? നിങ്ങളുടെ കയ്യിലുണ്ടോ സ്യൂട്ട്? ഇതൊക്കെ ഉണ്ടോ? മുണ്ടൊക്കെ ഉണ്ടോ? അതോ ഉടുക്കാത്തതാണോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനൊക്കെ പറയുക? ഇത് ആരാ പറഞ്ഞ? അയാൾക്ക് എങ്ങനെ പറയാൻ പറ്റിയേ? അയാൾ അവിടെയുള്ള ഒരു റിപ്പബ്ലിക്കൻ കോൺഗ്രസ് വുമണിൻ്റെ വൈഫാണ്. അവരുടെ പേര് മജോറി ടൈലർ ഗ്രീൻ എന്നാണ്. ഈ മജോറി ടൈലർ ഗ്രീൻ എന്ന് പറയുന്ന യുക്രൈനെ സഹായിക്കുന്നതിനെതിരെ ഏതറ്റം വരെ പോകുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരവിടുത്തെ സ്പീക്കറായിട്ടുള്ള മൈക്ക് ജോൺസൺ ഈ ബില്ല്, യുക്രൈനെ സഹായിക്കാനുള്ള ബില്ല് കൊണ്ടുവന്നതിന് മൈക്ക് ജോൺസൺ ഇപ്പം താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം നടത്തിയ സ്ത്രീയാണ് അല്ലേ? അപ്പോൾ അവരുടെ ഒരു ഹസ്ബൻഡാണ് കയറി എന്ന് പറയുന്നത്. നമ്മൾക്ക് അറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു ആൾ വരുമ്പോൾ മോദിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളൊരു പത്രലേഖനായിട്ട് നിന്നിട്ട് നിങ്ങളിങ്ങനെയാണോ എന്ന് നമുക്ക് ഒരു പത്രലേഖൻ ചോദിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഇറ്റ്സ് അൾട്ടിമേറ്റ് ഹ്യൂമിലിയേഷനാണ്. ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. ഇനി ഒരു കാര്യം കൂടി, അമേരിക്കയുടെ പഴയ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ ആണ് ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ കൈമാറുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഒപ്പിട്ട് കൊടുത്ത്, നീ ന്യൂക്ലിയർ ആയുധങ്ങളെല്ലാം കൊടുത്തരാം, നിനക്ക് കുറച്ച് പൈസയും തരാം, ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടൂ, നിന്റെ കാര്യം ഞാനും അതായത് അമേരിക്കയും റഷ്യയും UK കൂടെ ഉറപ്പുവരുത്തും, ബുഡാപെസ്റ്റ് മെമ്മോറണ്ടം എന്ന് പുള്ളി പറയാണ്. ബിൽ ക്ലിൻ്റൺ അഡ്മിറ്റ്സ് റിഗ്രറ്റ് ഫോർ ഹാവിങ് യുക്രൈൻ ഗീവ് അപ്പ് ന്യൂക്ലിയർ വെപ്പൺസ്. അന്ന് ന്യൂക്ലിയർ വെപ്പൺസ് വിട്ടുകൊടുക്കാനായിട്ട് യുക്രൈനോട് പറഞ്ഞതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്ന് ബിൽ ക്ലിൻ്റൺ പറയാണ്. പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? 1,900 ന്യൂക്ലിയർ വാർഹെഡ്സ് അന്ന് ഒപ്പുവെച്ചത് ബോറിസ് എൽസിനെ കുറിച്ച് അറിയാമല്ലോ. പുള്ളി ഓൾമോസ്റ്റ് എപ്പോഴും അൺകോൺഷ്യസ് ആണ്. മദ്യപാനം കൊണ്ട് ആണ് സത്യത്തിൽ പുള്ളിയുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ അത്രയും പെട്ടെന്ന് നശിച്ചുപോയത്. ബോറിസ് എൽസിനാണ് ഒപ്പുവെക്കുന്നത്. കുച്ചുമയാണെന്ന് യുക്രൈൻ്റെ പ്രസിഡന്റ്. ബിൽ ക്ലിൻ്റൺ ഉണ്ട്. ജോൺ മേജറാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇവരെ ഇന്ന് ന്യൂക്ലിയർ ആയുധങ്ങൾ വാങ്ങിച്ചിട്ട് പറയുന്നു ഗ്യാരണ്ടി. ഇപ്പോൾ ഈ ഓവൽ ഓഫീസിൽ വെച്ച് സെലൻസ്കി ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഓക്കെ ധാതു കരാർ ഒപ്പിടാം, മിനറൽ ട്രീറ്റ് ഒപ്പിടാം, ഞങ്ങൾക്ക് കൂടെ വേണ്ടതാണ്, ഒരു പ്രശ്നമില്ല, യുദ്ധം നിർത്താം, നമുക്കും വേണം, പീസ് വേണം, പക്ഷെ ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണം. നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും വന്ന് അവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ റഷ്യ നടത്തുന്ന ആക്രമണം നോക്കുകയാണെങ്കിൽ 91 സോവിയറ്റ് യൂണിയൻ പലതും 4 ആയതിനു ശേഷം റഷ്യക്ക് വലിയ ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ അമേരിക്കയായിട്ടൊക്കെ ഒത്തുചേർന്ന, ഈവൻ 2007 റഷ്യയെ തന്നെ നേറ്റോയിൽ ചേർക്കാനായിട്ട് ചർച്ച വന്നിരുന്നു. റഷ്യ നേറ്റോയിൽ ചേർന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ബിൽ ക്ലിൻ്റന്റെ കാലഘട്ടത്തിൽ അങ്ങനെ വരെ ചർച്ച വന്നിരുന്നു. അപ്പം അന്നൊക്കെ വളരെ പതുങ്ങിക്കിടക്കായിരുന്നു റഷ്യ. 2008 റഷ്യ ആദ്യം തലപൊക്കുന്നത്. ജോർജിയയിലേക്ക് ഒരു ആക്രമണം നടത്തുന്നു. അവിടെ സൗത്ത് ഒസെറ്റിയ, അബ്ഖാസിയ എന്ന് പറയുന്ന 2 പ്രദേശങ്ങളിൽ കയറിയിട്ട് അവിടെ റഷ്യക്കാരായിട്ടുള്ള ആളുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വിടുന്ന പട്ടാളക്കാർക്ക് യൂണിഫോം പോലും ഇല്ല. ഒരു ഇൻവേഷൻ ആയിരുന്നു. ഇറ്റ് വാസ് ഫേക്ക്, ഒരു ഫേക്ക് ഇൻവേഷൻ. റഷ്യ തന്നെയാണ്, അതിപ്പോഴും റഷ്യയുടെ കയ്യിലാണ്. ആദ്യത്തെ 2014 ക്രൈമിയ പിടിച്ചെടുക്കുന്നു. രണ്ടാമത്തത് 2008 ആരും പുറത്തൊന്നും ഒന്ന് അപലപിക്കുന്നേ ഉള്ളൂ, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നോക്കുമ്പോൾ ശരി, ഇത് കുഴപ്പമൊന്നുമില്ല, അടുത്തതിലേക്ക് പോകും. 2014 ക്രൈമിയ പിടിച്ചെടുത്തപ്പം US-ഉം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ സാങ്ഷൻ എന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ ഒരു അപലപനമൊക്കെ നടത്തി. അപ്പോൾ പുട്ടി നോക്കുമ്പോൾ കുഴപ്പമില്ല, അതും കിട്ടി. അങ്ങനെയാണ് 2022 യുക്രൈൻ മൊത്തത്തിൽ പിടിക്കാനായിട്ട് വരും. ഇതിനിടയിൽ മോൾഡോവയുടെ ഒരു പ്രദേശം, അവിടെയും റഷ്യക്കാരുണ്ടെന്ന് പറഞ്ഞ് ട്രാൻസ്നിസ്റ്റീരിയ എന്ന് പറയുന്ന സ്ഥലം, അവിടെയും 500 റഷ്യൻ സോൾജേഴ്സെയൊക്കെ വിട്ട് അതും റഷ്യയുടെ ഒരു പപ്പറ്റ് സ്റ്റേറ്റ് ആയിട്ട് നിലനിർത്തുക. ബെലറസ് അവരൊരു വാസൽ സ്റ്റേറ്റ് ആയിട്ട് ആക്കി കഴിഞ്ഞു. കുറിൽ ഐലൻഡ്സ് എന്ന് പറയുന്ന പസഫിക് ഓഷന്റെ ഒരു സ്ഥലത്തുണ്ട്. അത് ജപ്പാനിൽ നിന്ന് 2ാം ലോകമായ സമയത്ത് പിടിച്ചെടുത്താണ്. ഇപ്പോഴും തർക്കമുള്ളതാണ്. അവിടെ കംപ്ലീറ്റ് മിലിറ്ററൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ വളരെ ആക്റ്റീവായിട്ട് അതിർത്തി പ്രദേശങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് നിർത്തുന്നത്? അപ്പീസ്മെന്റ് നടക്കും. അതായത് നിങ്ങളൊരു ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ട്രക്ക് ഇങ്ങനെ വരുന്നു. ആ ട്രക്ക് ഇങ്ങനെ എല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇടിച്ചു മറിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിനെ എങ്ങനെ നിർത്താൻ പറ്റും? ഒന്നുകിൽ അതിൻ്റെ എണ്ണ തീരണം, അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ എന്തെങ്കിലും തടസ്സം വെക്കണം, അല്ലെങ്കിൽ ആ ട്രക്ക് തന്നെ ഇല്ലാതാവണം, അല്ലെങ്കിൽ ട്രക്ക് ഓടിക്കുന്നവൻ്റെ മനംമാറ്റം ഉണ്ടാവണം. അവൻ വല്ല പെന്തക്കോസ് ലെവലിലേക്കൊക്കെ പോയി
അങ്ങനെ കാണണം, എന്തെങ്കിലും ഒരു മാറ്റം, പീസ്. ഇതിൽ ഏതെങ്കിലും ഇല്ലാതെ ഓടിച്ചുകൊണ്ടിരിക്കുക, ട്രക്ക് ഓടിച്ച് ഇങ്ങനെ ഓരോന്ന് പിടിച്ചെടുത്തോണ്ടെങ്കിൽ പറയാം, ഡോ നീ വളരെ നല്ലവനാണ്, നീ മഹാനാണ്, നീ പീസ് ലവറാണ്, നീയാണ് മഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്ന, അവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ വീഡിയൊക്കെ വലിച്ചിട്ട് അടുത്ത് തന്നെ മേളിലോട്ട് കയറ്റും. ഇതാണ് പുട്ടിനെ പ്രീതിപ്പെടുത്തുകയും അപ്പീസ് ചെയ്യുകയും ചെയ്യുന്ന ട്രംപ് നടത്തുന്ന രാഷ്ട്രീയ അപരാധം എന്ന് പറയുന്നത്. അപരാധം പായാണേ, മലയാളത്തിൽ ഇപ്പോൾ വേറൊരു വാക്കുണ്ട്, അതുകൊണ്ട് ഞാൻ സത്യത്തിൽ എനിക്ക് ആ വാക്ക് അറിയത്തില്ല, ഇപ്പൊ എല്ലാവരും പരക്കെ ഉപയോഗിക്കുന്നുണ്ടാണ് ഞാൻ ആ വാക്കിനെ കുറിച്ച്. ഇത് ആദ്യത്തെ ചർച്ച വിളിച്ചപ്പോൾ റഷ്യ അമേരിക്കയും കൂടാണ് ചർച്ച. യുക്രൈനെ വിളിക്കുന്നില്ല. ആരെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? യുക്രൈനെ കുറിച്ചാണ്. യുക്രൈൻ എവിടെ? യുക്രൈൻ ഇല്ല. ഇത് പണ്ട് നെവിൽ ചേംബർലൈൻ ഹിറ്റ്ലറുമായിട്ട് ചർച്ച നടത്താൻ പോയതാണ്. ചെക്കോസ്ലാവിയെ കുറിച്ചാണ് ചർച്ച നടത്തുന്നത്. പക്ഷെ ചെക്കോസ്ലാവിയക്കാരില്ല, നെവിൽ ചേംബർലൈനും ഹിറ്റ്ലറുമായിട്ടാണ് ചർച്ച. ചേംബർലൈൻ ഹിറ്റ്ലറെ പ്രീതിപ്പെടുത്തുമായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഹിറ്റ്ലർ എല്ലായിടത്തും ഒപ്പിട്ട് കൊടുത്തു, ഇത് സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്ന പ്രദേശം മാത്രം മതി, ഇനി ഞങ്ങൾ ആക്രമിക്കാനൊന്നും പോവില്ല. ചേംബർലൈൻ ഇംഗ്ലണ്ടിൽ വിമാനം ഇറങ്ങിയിട്ട് ഒരു പേപ്പർ വരുത്തി കാണിച്ചു, കണ്ടോ ഞാൻ ഹിറ്റ്ലറുമായിട്ട് ഒപ്പിട്ടിരിക്കുകയാണ്, എല്ലാം റെഡി ആയിട്ടുണ്ട്, പീസ് കിട്ടിയിരിക്കുന്നു, പീസ് പീസ് പീസ്. കുറെ കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലറും എല്ലാം ബാക്കി ചെക്കോസ്ലോവാക്യയും പിടിച്ച് പോളണ്ടിലേക്ക് കയറി, അവസാനം റഷ്യയിലേക്കും കയറി. അപ്പുറത്തോട്ട് ചെന്ന് ഫ്രാൻസും ബെൽജിയവും എല്ലാം അടിച്ച് കലക്കിയെടുത്തു. അപ്പം നെവിൽ ചേംബർലൈൻ പറഞ്ഞു, ഞാനൊരു പീസ് ലവറാണ്, നോബൽ പ്രൈസിന് വേണ്ടി മത്സരിച്ച ആളാണ്. നെവിൽ ചേംബർലൈൻ എന്നൊക്കെ അത് പഠിക്കുന്ന ആളാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഈ കണ്ടോ, ഈ തുണിയെല്ലാം ഉണക്കാനിട്ട് എടുത്തുകൊണ്ട് പോകുന്ന അണക്ക് കുറെ പേര് പോകുന്നുണ്ടോ. ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ പോയൊരു സമയമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ താലിബാനും അമേരിക്കയായിട്ട് ചർച്ചയാണ്. എവിടെ? ദോഹയിൽ. എല്ലാ ടെററിസ്റ്റ് ചർച്ചകളും നടക്കുന്നത് ദോഹയിലാണ്. അതിനായിട്ട് ഉണ്ടാക്കിയ ഒരു രാജ്യമാണ്. ഈ ടെററിസ്റ്റുകളുടെ ചർച്ച നടത്താനായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തുണ്ടാക്കിയ രാജ്യം. അമേരിക്ക ഇവരുമായിട്ട് ചർച്ച നടത്തുന്നു. അവിടെ ഒരു ഖാനി എന്ന് പറയുന്നൊരു താൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സൈന്യമൊക്കെ ഉണ്ട്. അമേരിക്ക നേറ്റോ സൈന്യം എല്ലാം ഉണ്ട്. അവരെ ഒന്നും അറിയിക്കുന്നില്ല. അവരുടെ മേളിൽ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ ട്രംപ് തന്നെയാണെന്ന് ചർച്ച നടത്തുന്നത്. പിന്നെ ബൈഡനും ചർച്ച നടത്തും. അതായത് കൺസേൺഡ് പാർട്ടി ഒന്നും അറിയിക്കുന്നില്ല. നിന്നെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ എപ്പോൾ വരണം? നീ വരണ്ട. ഇമാതിരി മര്യാദയില്ലായ്മകൾ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫലം ഒന്നും ശുഭകരം ആയിരുന്നില്ല. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ 7 തരം ഇതാണ് ഈ റഷ്യ ആക്രമിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി ചോദിക്കുന്നത്? സെക്യൂരിറ്റി ആവശ്യമാണ്. ബിക്കോസ് റഷ്യയുടെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നൊന്നായി പിടിച്ചെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ യുക്രൈനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടുതൽ ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കൂടുതൽ ഡിഫൻസ് ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം? അവർ പറയുന്നത് ഇന്ന് യുക്രൈൻ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് യുക്രൈൻ. നോട്ട് ബിക്കോസ് ദേ വാണ്ടഡ് ഇറ്റ്. യൂറോപ്പിലെ ഏറ്റവും യുദ്ധസജ്ജമായ സേനയും യുക്രൈൻ്റെയാണ്. അവർക്കൊരു നേവിയോ ഒരു എയർഫോഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിരുന്ന ആയുധങ്ങളെല്ലാം കൊടുത്തൊരു രാജ്യം യുദ്ധം ചെയ്യാൻ പഠിക്കേണ്ടി വന്നു. 3 വർഷം കൊണ്ടുണ്ടായ മാറ്റമാണ്. റഷ്യക്ക് ഇപ്പോൾ എല്ലാം റഷ്യയുടെ കയ്യിലുണ്ട്, കുറെ പിടിച്ചടക്കി. പക്ഷെ റഷ്യയുടെ അവസ്ഥ എന്താണ്? ഈ ട്രംപ് പറയുന്നോണം റഷ്യ അങ്ങ് ഫാൻ്റെ കീഴിലിരുന്ന് സൂഹിക്കൊന്നുമല്ല. 5 ലക്ഷത്തിലധികം മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒന്നിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കലി ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. അവിടെ മൊബിലൈസേഷനൊക്കെ നടത്തുമ്പോൾ, പട്ടാളത്തിൽ ചേരാനായിട്ട് മൊബിലൈസേഷൻ ദൗത്യങ്ങൾ വെക്കുമ്പോൾ, ആദ്യത്തെ മൊബിലൈസേഷൻ ദൗത്യത്തിൽ 15 ലക്ഷം ചെറുപ്പക്കാരാണ് കസാക്കിസ്ഥാനിലേക്കും ജോർജിയയിലും ഒക്കെ ചാടിപ്പോയത്. അന്ന് റഷ്യൻ അതിർത്തികളിൽ വണ്ടികൾ ചീറിപ്പായുന്ന പടം നിങ്ങളൊന്ന് കാണുമായിരുന്നു. ആർക്കാണ് യുദ്ധം ചെയ്യാൻ താല്പര്യം? അവിടെ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ പോയി നോക്കൂ. നമ്മളിപ്പോൾ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിനാണ് ഒരു കാര്യമില്ല. ഇത്രയും ലാൻഡ്, ഉദാഹരണമായിട്ട് ഇസ്രായേലിന് ഒരു ഗ്രാമം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇസ്രായേൽ ആകെപ്പാട് ഒരു വട്ടം ലാൻഡ് ഇല്ലാത്തവനല്ലേ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയാം. അതും കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു നീടെങ്കിലും ഉണ്ടെന്ന് പറയാം. ഈ പടഭണ്ഡാരം പോലെ കിടക്കുന്ന റഷ്യക്ക് വീണ്ടും ഭൂമി വേണം. ഹിറ്റ്ലർ പണ്ട് പറഞ്ഞൊരു സാധനമുണ്ട്, ലെബൻസ്റാം, ലിവിങ് സ്പേസ് എവിടെ? ജർമ്മനി ഇങ്ങനെ കൊതിക്കുന്നു, കിതയ്ക്കുന്നു, ഞങ്ങൾക്ക് സ്ഥലമില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നു. റഷ്യക്ക് അത് പറയാൻ പറ്റുമോ? ഇപ്പൊ ഈ 21-ാം നൂറ്റാണ്ടിലും സാമ്രാജ്യത്വവും ഇമ്പീരിയലിസവും ഒക്കെ ആയിട്ട് നടക്കുന്ന രാജ്യങ്ങളും ഭരണാധികാരികളും ഇവരെ തിരിച്ചറിയാതെ
എല്ലാ സമൂഹവും ഈ ഏകാധിപതികൾ എപ്പോഴും വരുമ്പോൾ ഈ സമൂഹങ്ങൾ പകച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് ഹിറ്റ്ലർ വന്നപ്പോഴും ഉണ്ടായിരുന്നു, പുടിൻ വരുമ്പോഴും ഇപ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തി ഇത് പരിഹരിക്കാവുന്നതാണ്. അതല്ല യഥാർത്ഥത്തിൽ പുടിൻ്റെ ഉദ്ദേശം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 6 ആക്രമണങ്ങൾ റഷ്യ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ 7ാമത്തെ, അതുകൊണ്ട് ഇപ്പോൾ ബാൾട്ടിക് റിപ്പബ്ലിക്കിലുണ്ട് 3 റിപ്പബ്ലിക്കുകൾ, ലാറ്റ്വിയ, ലിറ്റ്വാനിയ, എസ്റ്റോണിയ. അവരിങ്ങനെ വിറച്ചു നിൽക്കുകയാണ്. ഇറച്ചിക്കടയുടെ മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന മൃഗങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ തൂങ്ങിയാടുമ്പോൾ അവരറിയാതെ മനസ്സിലാക്കുന്നുണ്ട് ഇത് തങ്ങളെപ്പോലെയുള്ള ആരുടെയോ ഒക്കെ അവശിഷ്ടങ്ങളാണ് ഇങ്ങനെ തൂങ്ങിയാടുന്നത് എന്ന് ഈ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന മൃഗങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് അവരുടെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നു നിൽക്കുന്നതും അവരിങ്ങനെ വിറച്ചു നിൽക്കുന്നതും. ഈ 3 റിപ്പബ്ലിക്കുകളും വലിയ ഭീതിയിലാണ്. കാരണം യുക്രൈൻ കഴിഞ്ഞാൽ തങ്ങളായിരിക്കും. അവർക്ക് വേറൊരു പ്രശ്നമുണ്ട്, അവരും പണ്ട് സോവിയറ്റ് യൂണിയന്റെ 15 റിപ്പബ്ലിക്കുകളിൽ പെട്ടതാണ് ഈ ബാൾട്ടിക് റിപ്പബ്ലിക്. ഇതൊരു വലിയൊരു ഭീഷണിയാണ്. 3 വർഷമായി യുദ്ധം നടക്കുന്ന നമ്മൾ ഒരുപാട് ദൂരെയാണ്. യുദ്ധത്തിനൊരു പ്രശ്നമുണ്ട്, അകലെയാണെങ്കിൽ, അന്യമാണെങ്കിൽ നമ്മൾ മിണ്ടത്തില്ല. അകലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയാണെങ്കിൽ, നമ്മളുമായി ബന്ധപ്പെട്ട ആരും ഇല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് ഒരു വാർത്ത മാത്രമാണ്. മറിച്ച് അടുത്താണെങ്കിൽ, നമ്മളുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ യുദ്ധം ഒരു വലിയൊരു ഭയാനകമായ ഒരു ദുരന്തമായി നമുക്ക് തോന്നും. ഞാൻ അവസാനമായിട്ട് പറയാനുള്ളത്, ശരിക്കും ഈ യുക്രൈൻ എന്ന് പറയുന്ന ഒരു ടെറിട്ടോറിയൽ എൻറ്റിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാജ്യമോ അല്ല. ആക്ച്വലി ഇറ്റ്സ് എ കോൺസെപ്റ്റ്. ഒരു ആധുനിക ജനാധിപത്യ മൂല്യത്തിൽ ഒരു രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ സോവറിനിറ്റി, അതിൻ്റെ പരമാധികാരം, അത് വളരെ പ്രധാനമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ശ്രീലങ്ക എങ്ങനെയാണ് ഇന്ത്യയുടെ അടുത്ത് ഒരു രാജ്യമായിട്ട് ജീവിക്കുന്നത്? ഇന്ത്യ അല്ലേ വലിയ രാജ്യം, പിടിച്ചിങ് എടുത്താൽ പോരെ? നേപ്പാള്, എല്ലാ വലിയ രാജ്യങ്ങളുടെ അടുത്തും ചെറിയ രാജ്യങ്ങളുണ്ട്, വലിയവൻ്റെ അടുത്ത് ചെറിയവനുണ്ട്, പണക്കാരൻ്റെ കൂടെ പാവപ്പെട്ടവനുണ്ട്. ഈ സമത്വം എന്ന് പറയുന്ന ഒരു സാധനം ഒരു രാജ്യമായി കഴിഞ്ഞാൽ, ഒരു വ്യക്തി ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ചെറിയ വണ്ടി കൊണ്ടുപോകുന്നു, ഒരാൾ ഒരു ട്രക്ക് കൊണ്ടുപോകുന്നു, എല്ലാവർക്കും ഒരേ നിയമങ്ങളും ഒരേ അവകാശങ്ങളും വേണ്ടേ? ഇതാണ് ഒരു ആധുനിക ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ലോകത്ത് വേണ്ട കാര്യങ്ങളാണിത്. ഇത് ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അത് ഏതൊരു രാജ്യത്തിൻ്റെ ആയാലും ഒരു അഗ്രഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ ലാൻഡ് എന്താ പറയുന്നത്, അതിർത്തി മാന്തൽ, ഇതൊക്കെ ആധുനിക യുഗത്ത് നമ്മൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കാര്യത്തിൽ ന്യൂട്രൽ ഒന്നും അല്ല. I stand with and stand by Ukraine because it's not a concept. Sorry, it's not a territorial entity. It's a concept worth fighting for. Thank you.